Good evening. This is Akshaya. I had an all Recording India rank of stopped. Recording in progress. Good evening. I'm Akshaya. I had an all India rank of 2627 in the year 2020. Now I'm doing final year MBBS in AIMS Nagpur. അപ്പൊ ഇന്ന് നമ്മൾ അനാറ്റമി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സിന്റെ ലാസ്റ്റ് പാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പൊ നമ്മൾ MCQയും വെരി ഷോർട്ട് ആൻസറിൽ കുറച്ച് ക്വസ്റ്റ്യൻസും ചെയ്തു. ഇനി നമുക്ക് ഡയറക്ട്ലി ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. ഇന്നലെ ഞാൻ ആക്ച്വലി നിർത്തിയത് മോണോകോട്ട് റൂട്ടിന്റെയും ഡൈക്കോട്ട് റൂട്ടിന്റെയും ആൻഡ് മോണോകോട്ട് സ്റ്റെമ്മിന്റെയും ഡൈക്കോട്ട് സ്റ്റെമ്മിന്റെയും ഡിഫറൻസസ് പറഞ്ഞുകൊണ്ടാണ്. അത് ഇന്നത്തെ ക്വസ്റ്റ്യന്റെ സെഷൻ കഴിഞ്ഞ് അത് കംപ്ലീറ്റ് ചെയ്ത് നമ്മൾ വീണ്ടും ഒന്നും കൂടി കാണും. 5th ക്വസ്റ്റ്യൻ വരെയാണ് നമ്മൾ ചെയ്തത്. ഇന്ന് നമ്മൾ 6th ക്വസ്റ്റ്യൻ ചെയ്യാൻ പോവാണ്. 6th ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ദ ലോൺ ഗ്രാസ് സയാൻഡൻ ഡാക്ടൈലോൺ നീഡ്സ് ടു ബി മോഡ് ഫ്രീക്വന്റ്ലി ടു പ്രിവെന്റ് ഇറ്റ്സ് ഓവർ ഗ്രോത്ത്. വിച്ച് ടിഷ്യൂ ഇസ് റെസ്പോൺസിബിൾ ഫോർ ഇറ്റ്സ് റാപ്പിഡ് ഗ്രോത്ത്? അപ്പൊ ചോദിച്ചിരിക്കുന്നത് ഒരു ലോൺ ഗ്രാസ്, അതിന്റെ പേരും തന്നിട്ടുണ്ട്, ആൻഡ് അത് നമ്മൾ ഇടക്ക് വെട്ടിക്കൊണ്ടിരിക്കണം. അതിന്റെ സൈഡ് ഇങ്ങനെ ട്രിം ചെയ്തുകൊണ്ടിരിക്കണം, അല്ലെങ്കിൽ അത് ഓവർ ഗ്രോത്ത് ഉണ്ടാവും. അപ്പൊ ഏത് ടിഷ്യൂ ആണ് ഇതിന് റെസ്പോൺസിബിൾ, അതായത് ഇത്തരത്തിലുള്ള റാപ്പിഡ് ഗ്രോത്തിന് ഏത് ടിഷ്യൂ ആണ് റെസ്പോൺസിബിൾ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോ ഓപ്ഷനിൽ ആൻസർ ആദ്യം ഞാൻ ആൻസർ പറയാം, എന്നിട്ട് അതിന്റെ ബാക്കിയുള്ള എക്സ്പ്ലനേഷൻ പറയാം. അപ്പോ ഇതിന്റെ കാരണം നമുക്കറിയാം, റാപ്പിഡ് ഗ്രോത്ത് നടക്കണമെങ്കിൽ അവിടെ ആക്റ്റീവ്ലി ഡിവൈഡിങ് സെൽസ് ഉണ്ടാവണം. ഇനി ആക്റ്റീവ്ലി ഡിവൈഡിങ് സെൽസ് ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ എന്തെന്ന് വിളിച്ചു? മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ വിച്ച് ഇസ് കേപ്പബിൾ ഓഫ് ആക്റ്റീവ് സെൽ ഡിവിഷൻ. അപ്പോൾ അങ്ങനെ മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ കൊണ്ട് എന്തുണ്ടായി? റാപ്പിഡ് ഗ്രോത്ത് ഉണ്ടാവുന്നു. ഇനി മെരിസ്റ്റത്തിന് തന്നെ നമ്മൾ വേറെ എന്ത് പഠിച്ചിരുന്നു? ക്ലാസിഫിക്കേഷൻ സിസ്റ്റംസ് പഠിച്ചിരുന്നു. ഇനി അതിലൊന്നാണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ ഇന്റർ കാലറി മെരിസ്റ്റം. അപ്പോ ഇതിന്റെ ആൻസർ എന്താന്ന് പറഞ്ഞാല് ഇന്റർ കാലറി മെരിസ്റ്റം കാരണമാണ് എന്ത് കാണുന്നത്? ഇങ്ങനെ റാപ്പിഡ് ഗ്രോത്ത് കാണുന്നത്. ഇന്റർ കാലറി മെരിസ്റ്റം കാരണമാണ് റാപ്പിഡ് ഗ്രോത്ത് കാണുന്നത്. ഇനി എന്താണ് ഇന്റർ കാലറി മെരിസ്റ്റം? എന്താണ്? മെച്ചോർ ടിഷ്യൂസിന് നടുക്ക് കാണുന്ന ഒരു പ്ലാന്റിന്റെ രണ്ട് മെച്ചോർ ടിഷ്യൂസിന് നടുക്ക് കാണുന്ന കുറച്ച് മെരിസ്റ്റമാറ്റിക് ടിഷ്യൂവിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഇന്റർ, അതായത് ബിറ്റ്വീൻ ഇന്റർ കാലറി മെരിസ്റ്റം. ഇനി അത് ഏതിലൊക്കെയാണ് കാണുന്നത്? ഗ്രാസസില് ആൻഡ് നമ്മള് ഗ്രേസിംഗ് ഹെർബിവോർസ് എന്ത് ചെയ്യുന്നു? നമ്മുടെ പ്ലാന്റ്സിനെ കഴിക്കുന്നു. ഇനി ആ കഴിച്ച പാർട്ട് പിന്നെയും റീജനറേറ്റ് ആവണം. അപ്പൊ അങ്ങനെ റീജനറേറ്റ് ആവുന്നതും ഏത് കാരണം കൊണ്ടാണ്? ഇങ്ങനെയുള്ള ഗ്രാസസിലും മറ്റ് പ്ലാന്റ്സിലും കാണുന്ന ഇന്റർ കാലറി മെരിസ്റ്റം കൊണ്ടാണ്. ഇനി മെരിസ്റ്റത്തിലെ ക്വസ്റ്റ്യൻ, അതിൽ ഞാൻ ജസ്റ്റ് മെരിസ്റ്റത്തിന്റെ ടൈപ്സും കൂടി ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാണ്. അതില് ടൈപ്സ് ഓഫ് മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ അല്ലെങ്കിൽ മെരിസ്റ്റം, ഇതില് 3 പാരാമീറ്റർ വെച്ച് നമുക്ക് ടൈപ്സ് ആയിട്ട് തിരിക്കാം. അതിൽ ഫസ്റ്റ് പാരാമീറ്റർ ബേസ്ഡ് ഓൺ അതിന്റെ ലൊക്കേഷൻ. ഇനി ലൊക്കേഷൻ അല്ലെങ്കിൽ സെക്കൻഡ് പാരാമീറ്റർ എന്ന് പറയുന്നത് ബേസ്ഡ് ഓൺ അതിന്റെ ഒറിജിൻ എവിടുന്നുള്ള രീതിക്ക് വെച്ച്. ഇനി തേർഡ് എങ്ങനെയാ? ബേസ്ഡ് ഓൺ ഫങ്ഷൻ. ഇനി ഇതിൽ ബേസ്ഡ് ഓൺ ലൊക്കേഷൻ വെച്ച് നമുക്ക് 3 ടൈപ്സ് ഉണ്ട്. ആ 3 ടൈപ്സ് എന്തൊക്കെയാണ്? ഒന്നാമത്തത് ഏറ്റവും നമ്മുടെ റൂട്ട്സിന്റെയും സ്റ്റെമ്മിന്റെയും ഏറ്റവും അറ്റത്ത് കാണുന്നത്, അതായത് ടിപ്പിൽ കാണുന്ന മെരിസ്റ്റം, അതിനെന്തെന്ന് വിളിച്ചു? എപ്പിക്കൽ അല്ലെങ്കിൽ ടെർമിനൽ മെരിസ്റ്റം എന്ന് വിളിച്ചു. ടെർമിനൽ മെരിസ്റ്റം. ഇനി ഇത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എഴുതുന്നില്ല. ഇതെവിടെ കാണും? ലൊക്കേഷൻ എവിടെയാണ്? ടിപ്സ് ഓഫ് റൂട്ട്സ് ആൻഡ് സ്റ്റെം. ഇനി സെക്കൻഡ് എന്ന് പറയുന്നത് ഏതാണ്? ഒന്ന് നമ്മൾ കണ്ടു ടിപ്പിൽ കാണുന്ന മെരിസ്റ്റം ഏതാണ്? അപ്പിക്കൽ അല്ലെങ്കിൽ ടെർമിനൽ മെരിസ്റ്റം. ഇനി ബാർക്കിന്റെ ഉള്ളിൽ കാണുന്ന അല്ലെങ്കിൽ അങ്ങനെ ഒരു സെക്കൻഡറി ഗ്രോത്തിന് കാരണക്കാരാവുന്ന മെരിസ്റ്റം, അതെന്താണ്? നമ്മൾ ഡൈക്കോട്ട് സ്റ്റെമ്മിന്റെ സെക്കൻഡറി ഗ്രോത്ത് ഒക്കെ കാണുമ്പോൾ അവരുടെ കാരണക്കാരായിട്ടുള്ള മെരിസ്റ്റം കേംബിയം അല്ലെങ്കിൽ ലേറ്ററൽ മെരിസ്റ്റം. അതാണല്ലോ ലേറ്റർ നമ്മുടെ കേംബിയൽ റിങ്ങും ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഫോം ചെയ്യുന്നത്. അപ്പൊ കേംബിയം അല്ലെങ്കിൽ ലേറ്ററൽ മെരിസ്റ്റം എന്ന് പറയും. അതായത് ബാർക്കിന്റെ അടിയിൽ നമുക്ക് കാണുന്നത്, അതായത് തടി, വലിയ വലിയ മരങ്ങളിൽ തടി ഉണ്ടാവാനുള്ള സെക്കൻഡറി ഗ്രോത്ത് ഉണ്ടാവാനുള്ള കാരണക്കാരൻ. ഇനി മൂന്നാമത്തതാണ് ഏത്? നമ്മുടെ ലീവ്സിലും ഇന്റർ നോഡ്സിലും ഒക്കെ കാണുന്നത്. അതായത് അപ്പിക്കൽ റൂട്ടിലാണ്, റൂട്ട്സിന്റെയും സ്റ്റെമ്മിന്റെയും ടിപ്പിലാണെങ്കിൽ ഇപ്പൊ നമ്മൾ കാണുന്നത് ലീവ്സിലും ഇന്റർ നോഡ്സിലും, അതായത് ബിറ്റ്വീൻ ടു മെച്ചോർ ടിഷ്യൂ. അതാണ് നമ്മൾ ഇപ്പൊ കണ്ട ഇന്റർ കാലറി മെരിസ്റ്റം.
അപ്പോ എന്തായി? ബേസ്ഡ് ഓൺ ലൊക്കേഷൻ നമ്മൾ 3 കണ്ടു. ഇനി ബേസ്ഡ് ഓൺ ഒറിജിൻ എന്തൊക്കെയാന്ന് ജസ്റ്റ് ഒന്ന് പേര് മാത്രം അറിഞ്ഞിരിക്കണം. അതിൽ ഒന്നാമത്തത് പ്രോമെരിസ്റ്റം. അതായത് പ്രോമെരിസ്റ്റത്തിന്റെ ഒറിജിൻ എവിടെയായിരിക്കണം? ഒറിജിനേഷൻ, അതായത് ഒറിജിനേറ്റ് ഫ്രം ദി എംബ്രിയോ. എംബ്രിയോയിൽ നിന്ന് ഡയറക്ട്ലി ഒറിജിനേറ്റ് ചെയ്യുന്നതിനെ പ്രോമെരിസ്റ്റം എന്ന് വിളിച്ചു. ഇനി രണ്ടാമത്തെ എന്താണ്? പ്രോമെരിസ്റ്റം കഴിഞ്ഞാൽ നെക്സ്റ്റ് കാണുന്നത് പ്രൈമറി മെരിസ്റ്റം. പ്രൈമറി മെരിസ്റ്റം എവിടെ നിന്നായിരിക്കും ഒറിജിനേറ്റ് ചെയ്യുന്നത്? നമ്മുടെ പ്രോമെരിസ്റ്റത്തിൽ നിന്ന് ഡയറക്ട്ലി ഒറിജിനേറ്റ് ചെയ്യുന്ന സാധനത്തിന് പ്രൈമറി മെരിസ്റ്റം. ഇനി ഈ പ്രൈമറി മെരിസ്റ്റം കഴിഞ്ഞ് മൂന്നാമത് നമ്മൾ കാണുന്നത് എന്താണ്? പ്രോമെരിസ്റ്റം കഴിഞ്ഞു, പ്രൈമറി മെരിസ്റ്റം കഴിഞ്ഞു. ഇനി തേർഡ് വൺ സെക്കൻഡറി മെരിസ്റ്റം. ഈ സെക്കൻഡറി മെരിസ്റ്റം എവിടെ നിന്നായിരിക്കും ഒറിജിനേറ്റ് ചെയ്യുന്നത്? അതായത് നമ്മുടെ പെർമനന്റ് ടിഷ്യൂവിന് റീഡിഫറൻസിയേഷൻ, അതായത് ഡീഡിഫറൻസിയേഷൻ നടന്ന് ഉണ്ടാവുന്നതിന് എന്ത് നമ്മൾ വിളിച്ചു? സെക്കൻഡറി മെരിസ്റ്റം. അപ്പൊ ഇതിന് എന്തെന്നാണ് ഒറിജിൻ എഴുതേണ്ടത്? പെർമനന്റ് ടിഷ്യൂ. ഇനി ബേസ്ഡ് ഓൺ ഫങ്ഷൻ അഗെയിൻ 3 നമുക്ക് കാണാം. അതിൽ ഒന്നാമത്തത് പ്രോട്ടോഡേം. ഇതിന്റെ ഒക്കെ പേര് മാത്രം അറിഞ്ഞാൽ ഇതിന്റെ ബേസിക് എന്താന്നുള്ളതും, അതായത് എങ്ങാനും ഓപ്ഷൻസിൽ വന്നാൽ അത് റൂൾ ഔട്ട് ചെയ്യാൻ നമ്മൾ എന്താണ് ബേസിക്കലി അറിഞ്ഞിരിക്കേണ്ടത്, അതിന്റെ ഒരു ആവശ്യത്തിന്. അപ്പൊ പ്രോട്ടോഡേം എന്താണ്? അതിന്റെ ഫംഗ്ഷൻ അനുസരിച്ചാണ് ഇപ്പൊ നമ്മൾ പ്രോട്ടോഡേം, സെക്കൻഡ് പ്രോകേമ്പിയം ആൻഡ് തേർഡ് ഗ്രൗണ്ട് മെരിസ്റ്റം. ഗ്രൗണ്ട് മെരിസ്റ്റം. ഇനി പ്രോകേമ്പിയം എന്താണ് അതിന്റെ ഫംഗ്ഷൻ? മെക്കാനിക്കൽ ഷോക്കിൽ നിന്നുള്ള പ്രൊട്ടക്ഷൻ. പ്രൊട്ടക്ട്സ് ഫ്രം മെക്കാനിക്കൽ ഷോക്ക്. ഇനി പ്രോകേമ്പിയം എന്തായിരിക്കും? ഈ പ്രോകേമ്പിയത്തിൽ നിന്നാണ് എന്തുണ്ടാവുന്നത്? സൈലം ആൻഡ് ഫ്ലോയം. gives rise to xylem and phloem. ഇനി മൂന്നാമത്തത് ഗ്രൗണ്ട് മെരിസ്റ്റം എന്താണ് ഉണ്ടാക്കുന്നത്? അതായത് അതിന്റെ ഫംഗ്ഷൻ എന്താണ്? പിന്നീട് ഡെവലപ്പ് ചെയ്ത് എന്ത് ഫോം ചെയ്യുക? കോർട്ടെക്സ്, പെരിസൈക്കിൾ ആൻഡ് പിത്ത്. ഫോംസ് കോർട്ടെക്സ്, പെരിസൈക്കിൾ, പിത്ത്. ഇത്രയും സാധനങ്ങൾ ഫോം ചെയ്യുന്നതാണ് ആര്? ഗ്രൗണ്ട് മെരിസ്റ്റം. അപ്പോ ടൈപ്സ് ഓഫ് മെരിസ്റ്റമാറ്റിക് സിസ്റ്റം ബേസ്ഡ് ഓൺ ലൊക്കേഷൻ, ഒറിജിൻ, ഫംഗ്ഷൻ. ലൊക്കേഷൻ അനുസരിച്ച് ടിപ്പിൽ കാണാം, അല്ലെങ്കിൽ ഏതെങ്കിലും 2 മെച്ചോർ ടിഷ്യൂവിന്റെ നടുക്ക് കാണാം, അല്ലെങ്കിൽ ബാർക്കിന്റെ അടിയിൽ കാണാം, അല്ലെങ്കിൽ തടീന്റെ ഗ്രോത്തിന് ഹെൽപ്പ് ചെയ്യുന്നത്. ഇനി ബേസ്ഡ് ഓൺ ഒറിജിൻ എങ്ങനെയാണ്? എംബ്രിയോന്ന് ഡെവലപ്പ് ചെയ്തു, പ്രോമെരിസ്റ്റം ഡെവലപ്പ് ചെയ്തു ആര്? പ്രൈമറി മെരിസ്റ്റം. ഇനി പെർമനന്റ് ടിഷ്യൂ എന്നാണ് ഡെവലപ്പ് ചെയ്തത്, ഒറിജിനേറ്റ് ചെയ്തെങ്കിൽ സെക്കൻഡറി മെരിസ്റ്റം. ഇനി ഫംഗ്ഷന്റെ അക്കോർഡിംഗ്ലി മെക്കാനിക്കൽ ഷോക്കിൽ നിന്ന് പ്രൊട്ടക്ഷൻ നൽകാൻ എന്ത്? പ്രോട്ടോഡേം. ഇനി സൈലം അല്ലെങ്കിൽ ഫ്ലോയം ആവാൻ പിന്നീട് ആവുന്നതിനുള്ള കേപ്പബിലിറ്റി ഉള്ള പ്രോകേമ്പിയം. ഇനി അതുകൂടാണ്ട് സൈലം ഫ്ലോയം വാസ്കുലർ ബണ്ടിൽ മാത്രമായിട്ടുള്ളൂ, ബാക്കിയുള്ള സ്ട്രക്ചേഴ്സ് ലൈക്ക് കോർട്ടെക്സ്, പെരിസൈക്കിൾ, പിത്ത് ഫോം ചെയ്യാൻ ആര്? ഗ്രൗണ്ട് മെരിസ്റ്റം. ഇതാണ് ടൈപ്സ് ഓഫ് മെരിസ്റ്റമാറ്റിക് ടിഷ്യൂന്റെ ബേസിക് ക്ലാസിഫിക്കേഷൻ. ഇനി അപ്പൊ ആ ക്വസ്റ്റിന്റെ ആൻസർ എന്തായി? ഇന്റർ കാലറി മെരിസ്റ്റം. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് plants require water for their survival, but when watered excessively, plants die. Discuss. അപ്പോ പ്ലാന്റ്സിന് നമ്മൾ എക്സസീവ്ലി എന്ത് കൊടുക്കാൻ പാടില്ല? വാട്ടർ ചെയ്യാൻ പാടില്ല. എന്ത് പറ്റും? അത് കഴിഞ്ഞാൽ പ്ലാന്റ്സിന് ഡെത്ത് സംഭവിക്കും. അതിന്റെ കാരണം എന്താണ്? അപ്പോ പ്രോപ്പർ ഇറിഗേഷൻ, അതായത് ഇറിഗേഷൻ നമ്മൾ പ്ലാന്റ്സിന് വെള്ളം കൊടുക്കാണ്, പക്ഷെ അത് ഡ്രെയിൻ ചെയ്യുന്നില്ല, അതായത് കെട്ടിക്കിടക്കുന്ന ഒരു അവസ്ഥ വരികയാണ്. അതായത് വാട്ടർ ലോഗിങ് ഇൻ ദ സോയിൽ, അതായത് വെള്ളം കെട്ടിക്കിടക്കുന്ന അവസ്ഥ. ഇങ്ങനെ ഒരു അവസ്ഥ വരുമ്പോൾ എന്ത് പറ്റും? വാട്ടർ ലോഗിങ് കാരണം നമ്മുടെ സർഫസ് ഓഫ് ദ സോയിലേക്ക് ഈ വാട്ടർ എന്ത് വലിച്ചെടുക്കും? സോൾട്ട് വലിച്ചെടുക്കും. അങ്ങനെ സർഫസ് ഓഫ് ദ സോയിലിൽ വെള്ളം കെട്ടിക്കിടക്കാണ്, അങ്ങോട്ടേക്ക് അടിയിൽ നിന്ന് സോൾട്ട് വലിച്ചെടുത്തു. ഇനി ഈ വലിച്ചെടുത്ത് സോയിൽ സർഫസിന്റെ അടുത്ത് വന്ന് കിടക്കുന്ന സോൾട്ട് എവിടെ ഡെപ്പോസിറ്റ് ചെയ്യും? നമ്മുടെ ലാൻഡ് സർഫസിൽ, അല്ലെങ്കിൽ റൂട്ട്സ് ഓഫ് പ്ലാന്റ്സിൽ, അതായത് പ്ലാന്റ്സിന്റെ വേരില് നമുക്കറിയാം എന്താണ്? മാക്സിമൈസ് ദ സർഫസ് ഏരിയ. എന്തിന്? മാക്സിമം അബ്സോർപ്ഷൻ ഓഫ് മറ്റേ മിനറൽസും വെള്ളത്തിനൊക്കെ. പക്ഷെ ഇതേ സ്ഥലത്ത് ഈ അബ്സോർപ്ഷന് കേപ്പബിലിറ്റി ഉള്ള സ്ഥലത്ത് വന്ന് നമ്മുടെ സോൾട്ട് ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ എന്ത് പറ്റും? ഇൻക്രീസ്ഡ് സോൾട്ട് കണ്ടന്റ് വരുമ്പോൾ നമുക്കറിയാം സെൽസിന് എന്തൊക്കെ ചേഞ്ചസ് ആണ് വരുന്നത് സോൾട്ട് കണ്ടന്റിന് അക്കോർഡിംഗ്ലി. അപ്പോ ഇങ്ങനെയുള്ള സോൾട്ട് കണ്ടന്റ് ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെതായ സെൽസിന്റെ ഗ്രോത്തും ഫ്ലാസിഡിറ്റിയും അല്ലെങ്കിൽ ടേർജിഡിറ്റിയും വന്ന് ബേസ്റ്റ് ആവോ, അങ്ങനെയൊക്കെ സംഭവിക്കും. ആൻഡ് പ്രോപ്പർ അബ്സോർപ്ഷൻ നടക്കില്ല. അങ്ങനെ പ്രോപ്പർ അബ്സോർപ്ഷൻ നടക്കാണ്ട് വരുമ്പോൾ നമ്മുടെ ഗ്രോത്ത് എന്താവും? പ്ലാന്റ്സിന്റെ ഗ്രോത്ത് നശിക്കും. ലാസ്റ്റ് പ്ലാന്റ്സ് മേ ഡൈ. അപ്പൊ ഇതാണ് ഈ ക്വസ്റ്റിന്റെ ആൻസർ ആയിട്ട് വന്നിരിക്കുന്നത്.
അതായത് പ്രോപ്പർ ഡ്രെയിനേജ് ഇല്ലാണ്ട് ഇറിഗേഷൻ നടത്തുന്നു, വിച്ച് ലീഡ്സ് ടു വാട്ടർ ലോഗിങ്. ഈ വാട്ടർ ലോഗിങ് സോൾട്ടിനെ വലിച്ചെടുക്കും. ആൻഡ് സർഫസ് ഓഫ് വാട്ടറിലേക്ക്, അതായത് ഈ വെള്ളം കെട്ടി കിടക്കുന്ന സർഫസിലേക്ക് പതുക്കെ സോൾട്ടിനെ വലിച്ചെടുത്ത് ഈ സോൾട്ട് എവിടെ ഡെപ്പോസിറ്റ് ചെയ്യും? ലാൻഡ് സർഫസിൽ ഡെപ്പോസിറ്റ് ചെയ്യും, അല്ലെങ്കിൽ റൂട്ട്സിൽ ഡെപ്പോസിറ്റ് ചെയ്യും. അങ്ങനെ പ്ലാന്റ്സ് എങ്ങനെയാണ് സഫക്കേഷൻ ഉണ്ടാവും, ഒന്നും വാട്ടർ മിനറൽസും വലിച്ചെടുക്കാൻ പറ്റാത്തൊരവസ്ഥ വരും. അങ്ങനെ ഫൈനലി ഗ്രോത്ത് നിൽക്കും ആൻഡ് പ്ലാന്റ്സ് മേ ഡൈ. ഇതാണ് അതിന്റെ ആൻസർ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇനി 8th ക്വസ്റ്റ്യനിലേക്ക് കടക്കുകയാണെങ്കിൽ, a transverse section of trunk of a tree shows concentric rings which are known as growth rings. How are these rings formed എന്നാണ് ചോദിച്ചിരിക്കുന്നത്. What is the significance of these rings? അപ്പൊ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും സെക്കൻഡറി ഗ്രോത്ത് വഴിയാണ് ഇങ്ങനെ റിംഗ് ഫോർമേഷൻ നടക്കുന്നത്. നമ്മൾ NCERT ഒരു ചെറിയ പാർട്ടിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു എന്ത്, ഇങ്ങനത്തെ റിങ്സ് അല്ലെങ്കിൽ ആനുവൽ റിങ്സ് അല്ലെങ്കിൽ ഗ്രോത്ത് റിങ്സിനെ പറ്റി. ഇനി എങ്ങനെയാണ് ഇത് ഉണ്ടാവുന്നത് ആൻഡ് വാട്ട് ഇസ് ദ സിഗ്നിഫിക്കൻസ് എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ ബേസിക്കലി ചോദിക്കുകയാണെങ്കിൽ എങ്ങനെയാണ് റിങ്സ് ഉണ്ടാവുന്നത്? നമുക്കറിയാം സെക്കൻഡറി ഉണ്ട്. അപ്പോ എന്താണ് നമുക്കറിയാം, ഇവര് മെൻഷൻ ചെയ്തിരിക്കുന്ന സാധനം ആനുവൽ റിങ്സ് അല്ലെങ്കിൽ ഗ്രോത്ത് റിങ്സ് എന്ന് പറയും. ഇനി ഇത് എന്തുകൊണ്ടാണ് ഉണ്ടാവുന്നത്? നമുക്കറിയാം സെക്കൻഡറി ഗ്രോത്ത് ആണ് ബേസിക്കലി. ഇനി സെക്കൻഡറി ഗ്രോത്തിൽ തന്നെ നമ്മുടെ കേമ്പിയത്തിൽ നിന്നാണ് എല്ലാ സെൽസും ഒറിജിനേറ്റ് ചെയ്യുന്നത്. അതായത് കേമ്പിയം ആണ് നമ്മുടെ ആക്റ്റീവ്ലി ഡിവൈഡ് ചെയ്യുന്ന മെരിസ്റ്റമാറ്റിക് ലെയർ, ആൻഡ് അത് സെക്കൻഡറി സൈലം സെക്കൻഡറി ഫ്ലോയം ഒക്കെ ഉണ്ടാക്കുന്നത്. ഇനി നമ്മുടെ സീസണൽ ഗ്രോത്ത് അനുസരിച്ച് അല്ലെങ്കിൽ എൻവയൺമെന്റൽ കണ്ടീഷൻ അനുസരിച്ച്, പുറത്തുള്ള എൻവയൺമെന്റിന്റെ രീതികൾ അനുസരിച്ച് എന്ത് പറ്റും, ഈ കേമ്പിയത്തിന്റെ ഡിവൈഡിങ് കപ്പാസിറ്റി മാറിക്കൊണ്ടിരിക്കും. ചില സമയത്ത് ചില സീസണലി ഡിപ്പെൻഡ് ചെയ്ത് എന്ത് പറ്റും, ഗ്രോത്ത് കൂടും, ചില സമയം ഫ്ലക്ച്വേറ്റ് ചെയ്ത് കുറഞ്ഞു എന്നിരിക്കാം. ഇനി ഇങ്ങനത്തെ അവസ്ഥയിൽ എന്ത് പറ്റും, ആദ്യം കേമ്പിയം വിച്ച് ഇസ് ദ മെരിസ്റ്റമാറ്റിക് ലെയർ സ്റ്റാർട്ട്സ് കട്ടിംഗ് ഓഫ് ടിഷ്യൂസ്, അതായത് പുറത്തേക്ക് ഉള്ളിലേക്കൊക്കെ കട്ട് ഓഫ് ചെയ്ത് ഡിവൈഡ് ചെയ്യാൻ തുടങ്ങും. ഇനി ഇനിഷ്യലി അത് നമുക്കറിയാം എങ്ങനെയായിരുന്നു, they were present in patches as a single layer between vascular bundles. ഞാൻ ആ ഡയഗ്രാം ഇത് കഴിഞ്ഞ് കാണിക്കുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും. ആദ്യം അതൊരു പാച്ച് ആയിട്ട്, അതായത് ജസ്റ്റ് ബിറ്റ്വീൻ സൈലം ആൻഡ് ഫ്ലോയം, അതായത് ഓപ്പൺ കേസിൽ നമ്മൾ പഠിച്ചതാണല്ലോ എന്ത്, സൈലമിനും ഫ്ലോയമിനും ജസ്റ്റ് ഇൻ ബിറ്റ്വീൻ ചെറിയൊരു പാർട്ടായിട്ടായിരുന്നു കണ്ടിരുന്നത്. ഇനി ഡെവലപ്പ് ചെയ്യുമ്പോൾ അതെങ്ങനെയാ, അത് ഇൻട്രാഫാസിക്കുലറും ഇന്റർഫാസിക്കുലർ എന്നൊക്കെ നമ്മൾ പഠിച്ചിരുന്നു. അത് കംപ്ലീറ്റ്ലി ഡെവലപ്പ് ചെയ്ത് ഒരു കംപ്ലീറ്റ് റിംഗ് ഫോർമേഷൻ നടക്കും. അതായത് ഇറ്റ് ഫോംസ് എ കംപ്ലീറ്റ് റിംഗ്. ഇനി സ്പ്രിംഗ് സീസണിൽ എടുത്ത് നോക്കുകയാണെങ്കിൽ, സ്പ്രിംഗ് സീസണിൽ അതായത് ഞാൻ പറഞ്ഞിരുന്നു സീസണൽ വേരിയേഷൻ അനുസരിച്ച് ഫ്ലക്ച്വേഷൻ നടക്കും കേമ്പിയൽ റിംഗ് ഫോർമേഷന്. ഇനി കേമ്പിയം ഇസ് വെരി ആക്റ്റീവ് ഇൻ ദ സ്പ്രിംഗ് സീസൺ. അപ്പൊ എന്ത് പറ്റും, അവര് മോർ ആൻഡ് മോർ എലമെന്റ്സ് ഫോം ചെയ്യാൻ തുടങ്ങും. അതില് സൈലറി എലമെന്റ്സ് അവര് കൂടുതൽ ഉണ്ടാക്കാൻ തുടങ്ങും. ഇനി സൈലറി എലമെന്റ്സിന് എങ്ങനെയാണ്, വെസൽസ് ഉണ്ട് വിത്ത് വൈഡർ കാവിറ്റീസ്. അതായത് ആ പ്രത്യേകത അറിഞ്ഞിരിക്കണം, സ്പ്രിംഗ് സീസൺ ഉണ്ടാവുന്നതിന് എങ്ങനെയാണ് ലാർജ് നമ്പർ ഓഫ് സൈലറി എലമെന്റ്സ് ആൻഡ് അവരുടെ വെസൽസിന് വൈഡർ കാവിറ്റീസ് ഉണ്ടാവും. ഇനി ഇത്തരത്തില് സ്പ്രിംഗ് സീസണിൽ ഉണ്ടാവുന്ന വുഡിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, സ്പ്രിംഗ് വുഡ് അല്ലെങ്കിൽ ഏർലി വുഡ്. ഇനി ഇതേ സമയം സ്പ്രിംഗ് കണ്ടു, സ്പ്രിംഗില് ഏർലി വുഡ് അല്ലെങ്കിൽ സ്പ്രിംഗ് വുഡ് കണ്ടു നമ്മൾ ഓൾറെഡി. ഇനി വിന്റർ സീസണിൽ എന്ത് പറ്റും, വിന്റർ സീസണിൽ കേമ്പിയം എങ്ങനെയാണ്, ലെസ് ആക്റ്റീവ് ആണ്. അപ്പോ ലെസ് ആക്റ്റീവ് ആവുമ്പോൾ നേരത്തെ ലാർജ് നമ്പർ ഓഫ് സൈലറി എലമെന്റ്സ് ആണെങ്കിൽ ഇപ്പോ ഫ്യൂവർ സൈലറി എലമെന്റ്സ് ആണ് ഫോം ചെയ്യുന്നത്. ഇനി അവർക്ക് എങ്ങനെയാണ്, അവർക്ക് നാരോ വെസൽസും കൂടിയാണ് ഉള്ളത്. ഇപ്പൊ നമ്മൾ നേരത്തെ കണ്ട എന്താ, വെസൽസ് വിത്ത് വൈഡർ കാവിറ്റി ആയിരുന്നു സ്പ്രിംഗ് സീസണിൽ. ഇപ്പൊ വിന്ററിൽ എങ്ങനെയാണ്, ഫ്യൂവർ സൈലറി എലമെന്റ്സും നാരോ വെസൽസും. ഇനി ഇതിനെ നമ്മൾ എന്തെന്ന് വിളിച്ചു, ഇതിനെ ഓട്ടം വുഡ് അല്ലെങ്കിൽ ലേറ്റ് വുഡ് നമ്മൾ വിളിച്ചു. ഇനി സ്പ്രിംഗ് വുഡിന്റെ വേറെ പ്രത്യേകത എന്താണ്, ഇറ്റ് ഈസ് ലൈറ്റർ ഇൻ കളർ ആൻഡ് അതിന്റെ ഡെൻസിറ്റി എങ്ങനെയാണ്, കുറച്ച് ലോവർ ഡെൻസിറ്റി, അതായത് കുറഞ്ഞ ഡെൻസിറ്റി ആണ്. അതേസമയം ഓട്ടം വുഡിന്റെ എങ്ങനെയാണ്, ഡാർക്കറും ഹയർ ഡെൻസിറ്റിയും ആണ്. ഇനി ഈ രണ്ട് കൈൻഡ്സ് ഓഫ് വുഡും നമുക്കറിയാം, ഒരു കൊല്ലം ഒരു സീസൺ ഓഫ് സ്പ്രിംഗ്, അത് കഴിഞ്ഞ് അതിന്റെ റെസ്പെക്റ്റീവ്ലി എന്ത് വരും, നമ്മുടെ വിന്റർ സീസൺ വരും. അപ്പോ ഈ ചേഞ്ചിനനുസരിച്ച് ഈ രണ്ട് കൈൻഡ്സ് ഓഫ് വുഡും എങ്ങനെ ഓൾട്ടർനേറ്റ് കോൺസെൻട്രിക് റിങ്സ് ആയിട്ട് അപ്പിയർ ചെയ്യും, അങ്ങനെ ആനുവൽ റിംഗ് ഫോം ചെയ്യും. അതായത് ആദ്യം സ്പ്രിംഗ് സീസൺ ആണെങ്കിൽ സ്പ്രിംഗ് സീസണിൽ നമ്മൾ ഫസ്റ്റ് ഏർലി വുഡ് ഉണ്ടാക്കി, ഇനി അടുത്ത വിന്റർ സീസൺ വരുമ്പോൾ ആക്ടിവിറ്റി കുറയുന്നു, അപ്പോൾ ഉണ്ടാവുന്ന സൈലറി എലമെന്റ്സിന്റെ എണ്ണം കുറയുന്നു, വെസൽസ് നാരോ ഡൗൺ ചെയ്യുന്നു. അപ്പൊ എന്ത് പറ്റും, അതിനനുസരിച്ച് അവർ ഡാർക്കർ ആവുന്നു.
ഹയർ ഡെൻസിറ്റി ആവുന്നു. അതായത് എന്താ, ഈ നാരോ വെസൽസ് ആവുമ്പോൾ എന്താണ്, അതിന് ക്യാവിറ്റി കുറവാണ്. ക്യാവിറ്റി കുറവാകുമ്പോൾ അതിന് ഡെൻസിറ്റി കൂടുതലാണ്. അങ്ങനെ ഡെൻസിറ്റി കൂടുതലാണ്, അപ്പോൾ ഓട്ടം അല്ലെങ്കിൽ ലേറ്റ് വുഡ് ഉണ്ടാവുന്നു. ഇനി അടുത്ത കൊല്ലം അഗെയിൻ ദ സെയിം തിങ് റിപ്പീറ്റ്സ്. അപ്പോൾ ഒരു കൊല്ലം എന്തുണ്ടാവും, ഒരു സ്പ്രിംഗ് വുഡ് ഉണ്ടാവുന്നു, അല്ലെങ്കിൽ ഒരു ഏർലി വുഡ്, അതിനെ ചുറ്റി അടുത്തൊരു റിങ്, അതായത് ഓട്ടം അല്ലെങ്കിൽ ലേറ്റ് വുഡ് ഉണ്ടാവുന്നു. അപ്പൊ ഇങ്ങനെയാണ് ആനുവൽ റിംഗ് ഫോർമേഷൻ നടക്കുന്നത്. ഇനി ആൻസർ ഒന്നും കൂടി റിവൈസ് ചെയ്യാനാണെങ്കിൽ, ആക്ടിവിറ്റി ഓഫ് കേംബിയം ഇസ് അണ്ടർ ദി കൺട്രോൾ ഓഫ് മെനി ഫിസിയോളജിക്കൽ ആൻഡ് എൻവയൺമെന്റൽ ഫാക്ടേഴ്സ്. അത് പ്ലാന്റ്സിന്റെ ഫിസിയോളജിയും എൻവയൺമെന്റിലെ സീസണൽ ചേഞ്ചസ് അനുസരിച്ച് ഫ്ലക്ച്വേറ്റ് ചെയ്യും. ഇനി ടെമ്പറേറ്റ് റീജിയൻസിൽ എങ്ങനെയാണ്, ക്ലൈമറ്റിക് കണ്ടീഷൻസ് യൂണിഫോം ആയിരിക്കില്ല. അപ്പോൾ സ്പ്രിംഗ് സീസണിൽ കേംബിയം ഹൈലി ആക്റ്റീവ് ആവുന്നു ആൻഡ് ലാർജ് നമ്പർ ഓഫ് സൈലറി എലമെന്റ്സ് ഹാവിംഗ് വൈഡർ ക്യാവിറ്റി ഉള്ള വെസൽസ് ഉണ്ടാക്കുന്നു. ഇനി ഇത്തരത്തിലുള്ള വുഡിനെ നമ്മൾ സ്പ്രിംഗ് വുഡ് അല്ലെങ്കിൽ ഏർലി വുഡ് എന്ന് കണ്ടു. ഇനി അടുത്ത വിന്റർ വരുമ്പോൾ എന്ത് പറ്റും, കേംബിയത്തിന്റെ ആക്ടിവിറ്റി പതുക്കെ കുറയുന്നു, സൈലറി എലമെന്റ്സ് കുറയുന്നു, വെസൽസ് നാരോ ആവുന്നു, ഡാർക്ക് ആവുന്നു, ഡെൻസിറ്റി കൂടുന്നു. അപ്പൊ ഈ വുഡിനെ നമ്മൾ എന്തെന്ന് വിളിച്ചു, ഓട്ടം വുഡ് അല്ലെങ്കിൽ ലേറ്റ് വുഡ് എന്ന് വിളിച്ചു. ഇനി അതിന്റെ ബാക്കിയുള്ള ഡിഫറൻസ് എന്തായിരുന്നു കണ്ടത്, സ്പ്രിംഗ് വുഡ് ആണെങ്കിൽ ലൈറ്റ് ഇൻ കളർ, ലോവർ ഡെൻസിറ്റി, ആൻഡ് അതേസമയം ഓട്ടം വുഡ് ഡാർക്കർ ആണ്, കുറച്ചും കൂടി കൂടുതലാണ് അതിന്റെ ഡെൻസിറ്റി. ഇനി ഈ രണ്ട് കൈൻഡ്സ് ഓഫ് വുഡ്സും ഓൾട്ടർനേറ്റ് കോൺസെൻട്രിക് റിംഗ്സിൽ അപ്പിയർ ചെയ്യുമ്പോൾ നമ്മൾ അതിനെ ആനുവൽ റിംഗ് എന്ന് വിളിച്ചു. ഇനി ആനുവൽ റിംഗിന്റെ പ്രത്യേകത എന്താണ്, നമ്മുടെ സ്റ്റെം കട്ട് ചെയ്ത് നമ്മൾ ആനുവൽ റിംഗ് ഒരു ട്രീന്റെ എണ്ണി നോക്കുമ്പോൾ നമുക്ക് എത്ര മനസ്സിലാവും, ഏജ് ഓഫ് ട്രീ മനസ്സിലാവും. ഇനി ഈ ഏജ് ഓഫ് ട്രീ, ഫോർ എക്സാമ്പിൾ നമ്മളൊരു സ്റ്റെം കട്ട് ചെയ്തു, സ്റ്റെം കട്ട് ചെയ്യുമ്പോൾ 4 റിംഗ് കണ്ടു. അതായത് 4 റിംഗ് കണ്ടാല് നിങ്ങൾ എന്ത് മനസ്സിലാക്കണം, അതിന്റെ ഏജ് എത്രയാണെന്നാണ് ആയിരിക്കും നിങ്ങൾ മനസ്സിലാക്കുന്നത്. അതായത് 4 റിംഗ് കണ്ടാൽ നമ്മൾ മനസ്സിലാക്കണം അതില് ഒരു സ്പ്രിങ്, ഒരു ഓട്ടം, അഗെയിൻ ഒരു സ്പ്രിങ്, ഒരു ഓട്ടം. അപ്പൊ ഇത് എത്ര ഇയർ ആയിരിക്കും ആ ട്രീന്റെ, 2 ഇയേഴ്സ്. കാരണം എന്താ, ഒരു ഇയറിൽ 2 ടൈപ്പ് ഓഫ് വുഡ് ഫോർമേഷൻ നടക്കും. അപ്പോ നമ്പർ ഓഫ് റിംഗ്സ് എത്ര കാണുന്നോ അതിന്റെ ടോട്ടലി അതിന്റെ ഡയറക്ട്ലി ഹാഫ് ചെയ്താൽ നമുക്ക് ട്രീന്റെ ഏജ് എസ്റ്റിമേഷൻ ചെയ്യാൻ പറ്റും. അപ്പൊ ഇതാണ് അതിന്റെ സിഗ്നിഫിക്കൻസ്. അപ്പൊ ആ ക്വസ്റ്റ്യൻ ആൻസർ എന്തായി, എന്താണ് സിഗ്നിഫിക്കൻസ് എന്ന് കണ്ടു, എങ്ങനെയാണ് ഈ റിംഗ് ഫോം ചെയ്തിരിക്കുന്നതെന്നും കണ്ടു. ഇനി 9th ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ എന്താണ്, ട്രങ്ക്സ് ഓഫ് സം ഓഫ് ദി ഏജ്ഡ് ട്രീ സ്പീഷീസ് appear to be composed of several fused trunks. അതായത് ചില കുറെ കാലമായിട്ടുള്ള ട്രീസ്, അതായത് ഏജ്ഡ് ട്രീ, അതായത് പ്രായം കൂടിയ ട്രീസിൽ നമുക്ക് എന്ത് കാണാൻ പറ്റും, ഫ്യൂസ്ഡ് ട്രങ്ക്സ് കാണാൻ പറ്റും. അതായത് ട്രങ്ക്സ് എല്ലാം കൂടി ഫ്യൂസ് ചെയ്ത് ഒരു സ്ഥലത്ത് കൂടി കിടക്കുന്നതായിട്ട് കാണാൻ പറ്റും. ഇനി ഇതെന്താണ്, ഒരു ഫിസിയോളജിക്കൽ, അതായത് നോർമൽ ആയിട്ടുള്ള ഒരു അബ്നോർമാലിറ്റി ആണോ അതോ അനാറ്റമിക്കൽ അബ്നോർമാലിറ്റി ആണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എക്സ്പ്ലെയിൻ ഇൻ ഡീറ്റെയിൽ. അപ്പോ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക, അത്ര ഇമ്പോർട്ടന്റ് ഒന്നുമല്ല ഈ ക്വസ്റ്റ്യൻ. അപ്പൊ ഇങ്ങനെ ഏജ്ഡ് ട്രീസിൽ കാണുന്ന സെവറൽ ഫ്യൂസ്ഡ് ട്രങ്ക്സ് എന്താണ്, അതൊരു അനാറ്റമിക്കൽ അബ്നോർമാലിറ്റി ആണ്. അതൊരു അനാറ്റമിക്കൽ അബ്നോർമാലിറ്റി ആണ്. ആൻഡ് അതെന്തുകൊണ്ടാണ്, ഇറ്റ് ഇസ് ഡ്യൂ ടു അബ്നോർമൽ സെക്കൻഡറി ഗ്രോത്ത്. അപ്പൊ അതിന് ജസ്റ്റ് കാരണം, സാധനം എന്താണ് അനാറ്റമിക്കൽ അബ്നോർമാലിറ്റി, അതിന്റെ കാരണം അബ്നോർമൽ സെക്കൻഡറി ഗ്രോത്ത് എന്ന് അറിഞ്ഞിരിക്കുക. ഇനി 10th ക്വസ്റ്റ്യനിലേക്ക് കടക്കാണെങ്കിൽ, വാട്ട് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ലെന്റിസെൽസ് ആൻഡ് സ്റ്റൊമേറ്റ. എന്താണ് ലെന്റിസെൽസ്, എന്താണ് സ്റ്റൊമേറ്റ, അതിന്റെ ഡിഫറൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോ എന്താണ്, നമുക്കൊരു ടേബിൾ വരക്കണം. അതില് ഒരു സ്ഥലത്ത് സ്റ്റൊമേറ്റ, അടുത്ത സ്ഥലത്ത് ലെന്റിസെൽസ്. ഇനി സ്റ്റൊമേറ്റ നമുക്ക് അറിയാം എവിടെയാണ് കാണുന്നത്, ലീഫില് അല്ലെങ്കിൽ സ്റ്റെമ്മില്, എവിടെ കാണുന്ന മൈന്യൂട്ട് പോർസ്, അതായത് ലീഫിന്റെ അല്ലെങ്കിൽ സ്റ്റെമ്മില് എപ്പിഡെർമിസിൽ കാണുന്ന മൈന്യൂട്ട് പോർസിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, സ്റ്റൊമേറ്റ. ഇനി സ്റ്റൊമേറ്റന്റെ ഫംഗ്ഷൻ എന്താണ്, മൂവ്മെന്റ് ഓഫ് ഗ്യാസസ് ഇൻ ആൻഡ് ഔട്ട് ഓഫ് ദി ഇന്റർസെല്ലുലർ സ്പേസ്. അതായത് നമ്മുടെ ലീവ്സ് വേണ്ട ഗ്യാസ് എടുക്കുന്നു, അതായത് കാർബൺ ഡൈ ഓക്സൈഡ് എടുക്കുന്നു, ആൻഡ് വേണ്ടാത്ത ഓക്സിജൻ പുറത്തേക്ക് കളയുന്നു. അങ്ങനെയുള്ള ഗേഷ്യസ് എക്സ്ചേഞ്ചിന് ഫെസിലിറ്റേറ്റ് ചെയ്യുന്ന സാധനമാണ് സ്റ്റൊമേറ്റ. ഇനി മൈന്യൂട്ട് പോർസ് ആണ് എവിടെ കാണുന്നത്, ഇൻ എപ്പിഡെർമിസ്. ഇനി ഫംഗ്ഷൻ ഗേഷ്യസ് എക്സ്ചേഞ്ച്. ഇനി ഇതേ സമയം ലെന്റിസെൽസ് നോക്കുകയാണെങ്കിൽ ഇതെന്താണ്, നമുക്കറിയാം ഇത് ആദ്യം കാണുന്നത് എവിടെയാണ്, വുഡി പ്ലാന്റിന്റെ, അതായത് ബാർക്കെല്ലാം ഉണ്ടാവുന്ന വുഡി പ്ലാന്റിന്റെ വുഡി പ്ലാന്റിന്റെ സ്റ്റെമ്മിന് മേലെ നമുക്ക് ചില
പോർസ് കാണാൻ പറ്റും, അതായത് റേസ്ഡ് ആയിട്ട് കിടക്കുന്ന പോർസ് കാണാൻ പറ്റും. ആ പോർസിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ലെന്റിസെൽസ്. അപ്പോ റേസ്ഡ് ആയിട്ടുള്ള പോർസ് ആണ്. ആൻഡ് എവിടെ കാണുന്ന? ഇൻ സ്റ്റെം. സ്റ്റെം എല്ലാ പ്ലാന്റ്സിനും കാണൂ? ഇല്ല, വുഡി പ്ലാന്റ്സിനെ മാത്രമേ കാണുള്ളൂ. ഇനി ഇതിന്റെ ഫംഗ്ഷൻ എന്താണ്? ഗേഷ്യസ് എക്സ്ചേഞ്ച്. ഇനി സെക്കൻഡ് ഡിഫറൻസ് എന്ന് പറയുന്നത് മെയിൻലി ഇത് എവിടെയാണ് നമുക്ക് കാണാൻ പറ്റുക? അപ്പൊ സ്റ്റൊമേറ്റ മെയിൻലി ലോവർ എപ്പിഡെർമിസ് ഓഫ് ലീഫിലാണ് കാണാൻ പറ്റുക. അപ്പൊ മെയിൻലി occur in the lower epidermis of leaf. ഇനി നമുക്ക് ഇതറിയാം, ഇവിടെ ലോവർ എപ്പിഡെർമിസ് ഓഫ് ലീഫ് ആണെങ്കിൽ നമുക്കറിയാം ലെന്റിസെൽസ് എവിടെയാണ്? വുഡി ട്രങ്ക് അല്ലെങ്കിൽ സ്റ്റെമ്മിലാണ് കാണുക. വുഡി ട്രങ്ക് ഓർ സ്റ്റെം എന്ന് പറയാൻ പറ്റും. ഇനി ഏത് ലെയറിലാണ്? ഇത് ലോവർ എപ്പിഡെർമിസിലാണെങ്കിൽ ലെന്റിസെൽസ് നമ്മുടെ പെരിഡെർമിസിലാണ് കാണാൻ പറ്റുക. occur in പെരിഡെർമിസ് ഓഫ് വുഡി ട്രങ്ക് അല്ലെങ്കിൽ സ്റ്റെം എന്ന് പറയാൻ പറ്റും. ഇനി അടുത്ത ഡിഫറൻസ്, സ്റ്റൊമേറ്റ എങ്ങനെയാണ് നമ്മുടെ പ്രൈമറി ഗ്രോത്തിൽ, അതായത് ഫസ്റ്റ് തൊട്ടിന്റെ പ്ലാന്റിൽ നമുക്ക് കാണാൻ പറ്റും. അപ്പൊ occur during പ്രൈമറി ഗ്രോത്ത്. പക്ഷെ ലെന്റിസെൽസ് എങ്ങനെയാണ്? സെക്കൻഡറി ഗ്രോത്തിന് ശേഷമാണ് നമുക്ക് കാണാൻ പറ്റും. occur during സെക്കൻഡറി ഗ്രോത്ത്. ഇനി സ്റ്റൊമേറ്റ എങ്ങനെയാണ്? ചില സമയം ക്ലോസ്ഡ് ആവാം, ചില സമയം ഓപ്പൺ ആവാം. അപ്പൊ നമുക്ക് എന്ത് പറ്റും? ഓപ്പൺ ഓർ ക്ലോസ്ഡ് ബേസ്ഡ് ഓൺ റിക്വയർമെന്റ്. പക്ഷെ ലെന്റിസെൽസ് എങ്ങനെയാണ്? എപ്പോഴും ഓപ്പൺ തന്നെയാണ്, ഓൾവേസ് ഓപ്പൺ. ഇതിന് പിന്നെ സ്റ്റൊമേറ്റക്ക് ഒരു പ്രത്യേകതരം ബീൻ ഷേപ്ഡ് സെൽസ് കോൾഡ് ഗാർഡ് സെൽസ്, അതായത് ഈ പോറിനെ പ്രൊട്ടക്ട്, അതായത് പ്രൊട്ടക്ട് ചെയ്യുന്നല്ല, റെഗുലേറ്റ് ചെയ്യുന്ന, ഓപ്പണും ക്ലോഷറും ഒക്കെ റെഗുലേറ്റ് ചെയ്യാൻ ബീൻ ഷേപ്ഡ് സെൽസ്, ഗാർഡ് സെൽസ് ഉണ്ടാവും. ഇനി ഈ ഗാർഡ് സെൽസിൽ ക്ലോറോപ്ലാസ്റ്റും നമുക്ക് കാണാൻ പറ്റും. പക്ഷെ ലെന്റിസെൽസിന് എങ്ങനെയാ? ഈ ഗാർഡ് സെൽസ് ആബ്സെന്റ് ആണ്. ഗാർഡ് സെൽസ് ഉണ്ട്, ഗാർഡ് സെൽസ് ആബ്സെന്റ്. ഇനി സ്റ്റൊമേറ്റയിൽ കൂടി ട്രാൻസ്പിറേഷന്റെ കൂടെ ലാർജ് എമൗണ്ട് ഓഫ് വാട്ടർ വേപ്പർ പോവുമെങ്കിൽ ലെന്റിസെൽസിന്റെ കൂടി ട്രാൻസ്പിറേഷന്റെ സമയത്ത് ചെറിയൊരു എമൗണ്ട് വാട്ടർ വേപ്പർ മാത്രമേ ട്രാൻസ്പയർ ആവുള്ളൂ. അപ്പോ ട്രാൻസ്പയർ ലാർജ് എമൗണ്ട് ഓഫ് വാട്ടർ വേപ്പർ. ഇനി ഇതോ? ലെന്റിസെൽസ് ട്രാൻസ്പയർ സ്മോൾ എമൗണ്ട് ഓഫ് വാട്ടർ വേപ്പർ. അപ്പൊ ഇത്രയാണ് എന്ത്? നമ്മുടെ സ്റ്റൊമേറ്റയും ലെന്റിസെൽസും തമ്മിലുള്ള ഡിഫറൻസസ്. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. പോർ എങ്ങനെയാണ്, ഏത് ലെയറിലാണ് കാണുന്നത്, പ്ലാന്റിന്റെ ഏത് പാർട്ടിലാണ് കാണുന്നത്, ഇനി ഏത് ഗ്രോത്ത്, പ്രൈമറി ആണോ സെക്കൻഡറി ഗ്രോത്തിലാണോ ഫോം ചെയ്യുന്നത്, ഇനി ഓപ്പൺ ക്ലോസ്ഡ് എങ്ങനെയാണ്, എപ്പോഴും ക്ലോസ്ഡ് ആണോ എപ്പോഴും ഓപ്പൺഡ് ആണോ, ഇനി റെഗുലേറ്റിംഗ് ഗാർഡ് ചെയ്യുന്ന ഗാർഡ് സെൽസിന്റെ പ്രസൻസ് ഓർ ആബ്സെൻസ്, ട്രാൻസ്പിറേഷൻ സമയത്ത് വാട്ടർ വേപ്പർ എക്സ്ചേഞ്ച് എത്രത്തോളം നടക്കുന്നു എന്നുള്ള രീതിയിൽ നമുക്ക് സ്റ്റൊമേറ്റയും ലെന്റിസെൽസിനെ തമ്മിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോ ഈ ആൻസർ ഒന്നും കൂടി ഡിഫൈൻ ചെയ്ത് പറയുകയാണെങ്കിൽ ചില റീജിയൻസിൽ എങ്ങനെയാണ് ഫെല്ലജൻസ്, അതായത് സെക്കൻഡറി ഗ്രോത്തിന്റെ സമയത്ത് നമുക്ക് നമ്മൾ പഠിച്ച രീതി വെച്ച് ഫെല്ലോജൻ പുറത്തോട്ട് കോർക്ക് സെൽസും ഉള്ളിലോട്ട് ഫെല്ലോഡേമും ഉണ്ടാക്കും. ഇനി ഇനീഷ്യൽ സ്റ്റേറ്റ് ഓഫ് സെക്കൻഡറി ഗ്രോത്തിൽ എന്ത് പറ്റും? ഈ ഫെല്ലോജൻ പുറത്തോട്ടേക്ക് ചില പാരൻകൈമാറ്റസ് സെൽസ് ഉണ്ടാകും ഇൻസ്റ്റെഡ് ഓഫ് കോർക്ക് സെൽസ്. കോർക്ക് സെൽസ് കുറച്ചും കൂടെ വൈകിയേ ഉണ്ടാക്കുള്ളൂ, അതിന് മുമ്പ് ജസ്റ്റ് ചില പാരൻകൈമാറ്റസ് സെൽസ് ഉണ്ടാക്കും. ഇനി ഇത് പാരൻകൈമാറ്റസ് ലിവിങ് തിൻ വാൾഡ് സെൽസ് ആയതുകൊണ്ട് തന്നെ അവരെന്ത് പറ്റും? ഈ ഗേർത്ത് കൂടുന്നതിനനുസരിച്ച് ദേ സൂൺ റപ്ചർ ദി എപ്പിഡെർമിസ്, അതായത് അവർ എപ്പിഡെർമിസ് റപ്ചർ സംഭവിക്കും. ആൻഡ് ചില ലെൻസ് ഷേപ്ഡ് ഓപ്പണിങ്സ് കോൾഡ് ലെന്റിസെൽസ് ഉണ്ടാക്കും. ഇനി ഈ ലെന്റിസെൽസ് എന്ത് ചെയ്യും? പെർമിറ്റ് എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ് ബിറ്റ്വീൻ ഔട്ടർ അറ്റ്മോസ്ഫിയർ ആൻഡ് ദി ഇന്റേർണൽ ടിഷ്യൂ ഓഫ് ദി സ്റ്റെം. ഇനി ഇത് മോസ്റ്റ്ലി കാണുന്നത് എങ്ങനെയാണ്? നമുക്കറിയാം സെക്കൻഡറി ഗ്രോത്തിന്റെ സമയത്താണ്. അതുകൊണ്ട് മോസ്റ്റ് വുഡി ട്രീസിലും നമുക്ക് ഈ ലെന്റിസെൽസ് കാണാൻ പറ്റും. ആൻഡ് ഇത് എപ്പോഴാണ് ഓപ്പൺ? ഇറ്റ് റിമെയിൻസ് ഓപ്പൺ പെർമനന്റ്ലി, അതായത് ഗാർഡ് ചെയ്യുന്ന, അതായത് അതിന്റെ ഓപ്പണും ക്ലോഷറും ഗാർഡ് ചെയ്യുന്ന സെൽസോ റെഗുലേഷനോ അതിന് ഇല്ല. ഇനി സ്റ്റൊമേറ്റ എന്താണ്? എപ്പിഡെർമിസ് ഓഫ് ലീവ്സിൽ കാണുന്ന സ്ട്രക്ചർ ആണ്.
ആൻഡ് ഇത് എന്തൊക്കെ ചെയ്യും? ട്രാൻസ്പിരേഷനും ഗേഷ്യസ് എക്സ്ചേഞ്ചും റെഗുലേറ്റ് ചെയ്യുന്നു ആൻഡ് അത് ഫെസിലിറ്റേറ്റ് ചെയ്യുന്നു. ഇനി ഓരോ സ്റ്റോമയിലും എന്തുണ്ട്? 2 ബീൻ ഷേപ്ഡ് സെൽസ് കോൾഡ് as ഗാർഡ് സെൽസ് നമുക്ക് കാണാൻ പറ്റും. അത് നമ്മുടെ സ്റ്റൊമേറ്റൽ പോറിനെ എൻക്ലോസ് ചെയ്തിരിക്കും. ഇനി ഗ്രാസിൽ ഗാർഡ് സെൽസ് ഡംബൽ ഷേപ്ഡ് ആണെന്ന് അറിഞ്ഞിരിക്കുക. ഇനി ഔട്ടർ വാൾസ് ഓഫ് ഗാർഡ് സെൽസ്, അതായത് ഈ ഗാർഡ് ചെയ്യുന്ന സെൽസിന്റെ അതിന്റെ പുറത്തോട്ട് അവേ ഫ്രം സ്റ്റൊമേറ്റൽ പോർ നമുക്ക് എന്ത് കാണാൻ പറ്റും? തിൻ ആൻഡ് ഇന്നർ വാൾസ് ആർ ഹൈലി തിക്കൻഡ്. അതായത് അതിന്റെ വാൾസ് എങ്ങനെയാണ്, ഏത് സൈഡിലാണ് തിക്ക്, ഏത് സൈഡിലാണ് തിന്നെന്ന് ജസ്റ്റ് പറഞ്ഞിരിക്കുകയാണ്. ഇനി ഈ ഗാർഡ് സെൽസിന് ക്ലോറോപ്ലാസ്റ്റ് ഉണ്ട് ആൻഡ് ഇറ്റ് റെഗുലേറ്റ്സ് ഇൻ ദ ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് ഓഫ് സ്റ്റൊമേറ്റ. അപ്പോ ഇത് തിയററ്റിക്കലി ലെന്റിസെൽസ് എന്താണ്, സ്റ്റൊമേറ്റോ എന്താണെന്ന് വന്നിരിക്കുകയാണ്. ഇനി അതിന്റെ ഡിഫറൻസസ് ഇത്രയും കാര്യങ്ങളാണ്, ഇത് അറിഞ്ഞിരിക്കുക. ഇനി 11th ക്വസ്റ്റ്യൻ, റൈറ്റ് ദി പ്രിസൈസ് ഫംഗ്ഷൻ ഓഫ് സീവ് ട്യൂബ്. സീവ് ട്യൂബിന്റെ ഫംഗ്ഷൻ എന്താണെന്ന് നമുക്കറിയാം. ഫ്ലോയമിന്റെ ഒരു പാർട്ടായിട്ടാണ് നമ്മൾ സീവ് ട്യൂബ് പഠിച്ചത്. കണ്ടക്ഷൻ ഓഫ് ഫുഡ് ആണ് സീവ് ട്യൂബ് ചെയ്യുന്നത്. ഇനി ഇന്റർഫാസിക്കുലർ കേമ്പിയം. ഇന്റർഫാസിക്കുലർ കേമ്പിയം ആണ് എന്ത് ഫോം ചെയ്യുന്നത്? വാസ്കുലർ കേമ്പിയം. ആൻഡ് സെക്കൻഡറി ഗ്രോത്ത് ഉണ്ടാക്കി ഫൈനലി ആനുവൽ റിങ്സ് ഒക്കെ ഉണ്ടാക്കുന്നത് ആരാണ്? നമ്മുടെ ഇന്റർഫാസിക്കുലർ കേമ്പിയം. ഇനി കോളൻ കൈമ. കോളൻ കൈമ ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ ഡിസ്കസ് ചെയ്താണ്. മെക്കാനിക്കൽ സപ്പോർട്ട്, അതായത് ലീവ്സിന്റെ ഗ്രോയിങ് ടിപ്പിലും പീറ്റിയോളിലും ഒക്കെ നമുക്ക് കോളൻ കൈമ കാണാൻ പറ്റും. ആൻഡ് വിൻഡി സമയത്ത് ഈ വിൻഡിനനുസരിച്ച് പറക്കുമ്പോൾ, അതായത് ലീവ്സ് ഇങ്ങനെ മൂവ് ചെയ്യുമ്പോൾ അതിനുള്ള മെക്കാനിക്കൽ സപ്പോർട്ട് ഒക്കെ കൊടുക്കുന്ന ഏത് ടിഷ്യൂ ആണ്? കോളൻ കൈമ. കാരണം എന്താ? പീറ്റിയോളിൽ കോളൻ കൈമ നമുക്ക് കാണാൻ പറ്റും. ഇനി ഏരൻ കൈമ, അതെന്താണ്? ഒരു പ്രത്യേക മോഡിഫൈഡ് പൈരൻ കൈമയാണ്. ആൻഡ് അതെന്താണ് ഫംഗ്ഷൻ? പ്രൊവൈഡ്സ് ബോയൻസി. അതായത് എയർ എന്നുള്ള രീതിയിൽ ആലോചിച്ച് നോക്കുക. എയർ എന്ന് പറഞ്ഞാൽ എന്താ? കുറച്ചും ക്യാവിറ്റി പോലെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് എന്ത് പറ്റും? നമ്മുടെ വാട്ടറിൽ കാണുന്ന പ്ലാന്റ്സിനൊക്കെയാണ് ഈ ഏരൻ കൈമ കാണുക. അതുകൊണ്ട് എന്ത് പറ്റും? വാട്ടറിൽ പൊങ്ങിക്കിടക്കും, അതായത് സിങ്ക് ആവാണ്ട് ബോയിന്റ് ആയിട്ട് കിടക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ 11th ക്വസ്റ്റ്യൻ. ഇനി 12th ക്വസ്റ്റ്യനിലേക്ക് കടക്കുകയാണെങ്കിൽ, ദ സ്റ്റൊമേറ്റൽ പോർ ഇസ് ഗാർഡഡ് ബൈ 2 കിഡ്നി ഷേപ്ഡ് ഗാർഡ് സെൽസ്. നെയിം ദി എപ്പിഡെർമൽ സെൽസ് സറൗണ്ടിങ് ദി ഗാർഡ് സെൽസ്. ഹൗ ഡസ് എ ഗാർഡ് സെൽ ഡിഫർ ഫ്രം എൻ എപ്പിഡെർമൽ സെൽ? യൂസ് എ ഡയഗ്രാം. അപ്പോ സ്റ്റൊമേറ്റ എന്താണ്, സ്റ്റൊമേറ്റയുടെ ഡയഗ്രാം എങ്ങനെയാണ്, സ്ട്രക്ചർ എങ്ങനെയാണെന്ന് ബേസിക്കലി അറിഞ്ഞിരിക്കണം. അപ്പോൾ ഇതാണ് നമ്മുടെ സ്റ്റൊമേറ്റൽ പോർ. ഇനി സ്റ്റൊമേറ്റൽ പോറിന്റെ ഓപ്പണിങ്ങിന് നമുക്ക് എന്ത് കാണാൻ പറ്റും? ഒരു ലെയർ അല്ല, ഒരു സെല്ല് കാണാൻ പറ്റും. അതായത് 2 കിഡ്നി ഷേപ്ഡ് അല്ലെങ്കിൽ ബീൻ ഷേപ്ഡ് സെൽസ് കാണാൻ പറ്റും. അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിച്ചത്? നമ്മുടെ ഗാർഡ് സെൽ, വിച്ച് ഗാർഡ്സ് ദി ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് ഓഫ് സ്റ്റൊമേറ്റ. ഇനി ഗാർഡ് സെൽസിൽ നമുക്ക് ഇവിടെ എന്ത് കാണാൻ പറ്റും? ഇവിടെ ക്ലോറോപ്ലാസ്റ്റ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇനി ഈ ഗാർഡ് സെല്ലിന്റെ പ്രത്യേകത, ഓപ്പണിങ്ങിന്റെ സൈഡിൽ തിക്കാണ് ആൻഡ് ഓപ്പണിങ്ങിന്റെ അവേ ഉള്ള സെല്ലിന്റെ വാള് എങ്ങനെയാണ്? തിന്നാണ്. അതും ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കാം. ഇനി അതിന്റെ ഗാർഡ് സെല്ലിന്റെ തൊട്ട് പുറത്തുള്ള സെൽസിനെ നമ്മൾ എന്തെന്ന് വിളിച്ചു? സബ്സിഡിയറി സെൽസ് എന്ന് വിളിച്ചു. ഇനി സബ്സിഡിയറി സെൽസ് എന്നാണ് ഗാർഡ് സെൽസിന്റെ പുറത്തുള്ള സെൽസ്. ഇനി അതിന്റെ പുറത്ത് നമുക്ക് എന്ത് കാണാൻ പറ്റും? എപ്പിഡെർമൽ സെൽസ് കാണാൻ പറ്റും. അപ്പോൾ എന്തൊക്കെ ലേബിൾ ചെയ്യണം ഒരു സ്റ്റൊമേറ്റന്റെ ഡയഗ്രത്തിൽ? ആദ്യം പോറിന് ചുറ്റും നിൽക്കുന്ന ഗാർഡ് സെല്ല് നമുക്ക് ക്ലോറോപ്ലാസ്റ്റ് കാണാൻ പറ്റും. അതിന്റെ ചുറ്റും സബ്സിഡിയറി സെൽസ് കാണാൻ പറ്റും. എപ്പിഡെർമൽ സെൽസ് അതിന് ചുറ്റും കാണാൻ പറ്റും. ഇനി ഇതിന്റെ കൂടെ ഗാർഡ് സെല്ലിന്റെ ഇന്നർ പാർട്ട് തിക്കായിരിക്കണം ആൻഡ് പുറത്തത്തെ പാർട്ട് തിന്നായിരിക്കണം. ഇനി എക്സ്പ്ലനേഷൻ നോക്കുകയാണെങ്കിൽ, സ്റ്റൊമേറ്റ എന്താണ്? എപ്പിഡെർമിസ് ഓഫ് ലീവ്സിൽ കാണുന്ന സ്ട്രക്ചർ ആണ്. ട്രാൻസ്പിരേഷൻ, ഗേഷ്യസ് എക്സ്ചേഞ്ച് ഫെസിലിറ്റേറ്റ് ചെയ്യുന്നു. അതിന്റെ കൂടെ തന്നെ ഈ സ്റ്റോമയിൽ എന്തുണ്ട്? 2 ബീൻ ഷേപ്ഡ് സെൽസ് ഉണ്ട്, വിച്ച് ഇസ് ഗാർഡ് സെൽസ്. ഇനി ഇത് എൻക്ലോസ് ചെയ്യുന്ന സ്റ്റൊമേറ്റൽ പോറിനെ ആൻഡ് ഗാർഡ് സെൽസിൽ ക്ലോറോപ്ലാസ്റ്റ് കാണാൻ പറ്റും. ആ ക്ലോറോപ്ലാസ്റ്റ് എവിടെ നമുക്ക് കാണാൻ പറ്റില്ല? നമ്മുടെ ചുറ്റുമുള്ള എപ്പിഡെർമൽ സെൽസിൽ കാണാൻ പറ്റില്ല. ഇനി ഈ ഗാർഡ് സെൽസിന്റെ അടുത്തുള്ള എപ്പിഡെർമൽ സെൽസിന് ചെറിയ മോഡിഫിക്കേഷൻ, സ്പെഷ്യലൈസേഷൻ വന്ന് അതിനെ നമ്മൾ എന്തെന്ന് വിളിച്ചു? സബ്സിഡിയറി സെൽസ്. ഇത് സെല്ലാണ്, സീല്. സബ്സിഡിയറി സെൽസ് എന്ന് നമ്മൾ വിളിച്ചു. അപ്പൊ ആ ക്വസ്റ്റ്യന്റെ ആൻസർ ആയിട്ട് ഡയഗ്രാം വരക്കാം. ഗാർഡ് സെൽ എങ്ങനെയാണ് ഡിഫർ ചെയ്യുക, എങ്ങനെയാണ് ക്ലോറോപ്ലാസ്റ്റിന്റെ പ്രസൻസ് ഗാർഡ് സെല്ല് നമുക്ക് കാണാൻ പറ്റും. ഇനി എപ്പിഡെർമൽ സെൽ സറൗണ്ടിങ് ദ ഗാർഡ് സെല്ലിനെ സറൗണ്ട് ചെയ്ത എപ്പിഡെർമൽ സെല്ല് സ്പെഷ്യലൈസ് ചെയ്ത് നമ്മൾ അതിനെ സബ്സിഡിയറി സെൽസ് എന്ന് വിളിച്ചു. ഇത്രയും കാര്യങ്ങളാണ് ആ ക്വസ്റ്റ്യനിലുള്ളത്. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 13, പോയിന്റ് ഔട്ട് ദി ഡിഫറൻസസ് ഇൻ ദ അനാറ്റമി ഓഫ് ലീഫ് ഓഫ് പീപ്പിൾ, അതായത് ഫൈക്കസ് റിലീജിയോസ ആൻഡ് മെയ്സ്.
Zia Mays. Draw the diagrams and label the differences. അപ്പോൾ ലീഫിന്റെ സ്ട്രക്ചർ എങ്ങനെയാണ് ക്രോസ് സെക്ഷൻ വരക്കാൻ അറിഞ്ഞിരിക്കാം. ഇപ്പൊ ബേസിക്കലി ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് എന്താണ്, ഒരു ഡൈക്കോട്ട് ലീഫും മോണോകോട്ട് ലീഫും തമ്മിലുള്ള ഡിഫറൻസസ് ആണ്. അത് നമുക്ക് എങ്ങനെ അറിയണം, അതാണെന്ന് മനസ്സിലാക്കണം. ആദ്യം മനസ്സിലാക്കേണ്ട എന്താ, ഈ പീപ്പിൾ എന്ന് പറയുന്നത് ഡൈക്കോട്ട് ലീഫാണ്, അല്ലെങ്കിൽ ഒരു ഡോർസി വെൻട്രൽ ലീഫാണ്. ആൻഡ് മെയ്സ് നമുക്കറിയാം എന്താണ്, മോണോകോട്ട് അല്ലെങ്കിൽ ഐസോ ബൈലാറ്ററൽ ലീഫാണ്. ഇനി ഈ മോണോകോട്ട് ആണ് ഐസോ ബൈലാറ്ററൽ എന്ന് വിളിക്കുന്നത്, ഡൈക്കോട്ട് ആണ് ഡോർസി വെൻട്രൽ എന്ന് വിളിക്കുന്നത് എന്നും കൂടി അറിഞ്ഞിരിക്കണം. MCQ തെറ്റിപ്പോരുത്. ഇനി ഡൈക്കോട്ട് ലീഫും മോണോകോട്ട് ലീഫും നമ്മുടെ ഡിഫറൻസസ് നോക്കുകയാണെങ്കിൽ, ഡൈക്കോട്ട് ലീഫ് എങ്ങനെയാണ്, ഡോർസി വെൻട്രൽ. മോണോകോട്ട് ലീവ്സോ ഐസോ ബൈലാറ്ററൽ. ഇനി ഡൈക്കോട്ട് ലീവ്സിൽ സ്റ്റൊമേറ്റ എവിടെയാണ് പ്രസന്റ്? ഡൈക്കോട്ട് ലീഫിൽ ലോവർ സർഫസിലാണ് സ്റ്റൊമേറ്റ യൂഷ്വലി കാണുന്നത്. പക്ഷെ മോണോകോട്ട് ലീഫിൽ എങ്ങനെയാ, ബാക്സിലും അഡാക്സിയൽ സർഫസിലും ഓൾമോസ്റ്റ് ഈക്വലി പ്രസന്റ് ആണ് സ്റ്റൊമേറ്റ. അതായത് രണ്ട് സർഫസിലും മേലത്തെയും താഴത്തെയും സർഫസിലും നമുക്ക് കാണാൻ പറ്റും. ഇനി സ്റ്റൊമേറ്റയിൽ ഉള്ള ഗാർഡ് സെൽസിന്റെ ഷേപ്പ് എങ്ങനെയാണ്? അതായത് ഡൈക്കോട്ടിൽ ബീൻ ഷേപ്ഡ് ഗാർഡ് സെൽ ആണ്, അതേസമയം മോണോകോട്ടിൽ ഡംബൽ ഷേപ്ഡ് ഗാർഡ് സെൽസ് ആണ് നമുക്ക് കാണാൻ പറ്റുക. ഇനി അടുത്ത സ്ട്രക്ചർ എന്താ, മീസോഫിൽ. അതായത് ലീഫിൽ കാണുന്ന മീസോഫിൽ എങ്ങനെയാണ്, മീസോഫിൽ പാലിസേഡ് ആൻഡ് സ്പോഞ്ചി പാരൻകൈമ ആയിട്ടാണ് കാണുക ഇൻ ഡൈക്കോട്ട്. പക്ഷെ മീസോഫിൽ ഇൻ മോണോകോട്ട് ലീഫ് അല്ലെങ്കിൽ ഐസോ ബൈലാറ്ററൽ ലീഫസ് അൺഡിഫറൻഷിയേറ്റഡ്. അതായത് ഇങ്ങനത്തെ പാലിസേഡ് ആൻഡ് സ്പോഞ്ചി പാരൻകൈമ എന്നുള്ള ഡിഫറൻസസ് ഇല്ല. ഇനി ബുള്ളിഫോം സെൽസ് നമ്മൾ എവിടെയാണ് കാണുന്നത്? മോണോകോട്ട് ലീഫിലാണ് ബുള്ളിഫോം സെൽസ് കാണുന്നത്. നമ്മൾ ഇന്നലെ ഒരു ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ ഒരു ഗ്രാസിന്റെ എന്തോ കേസ് പറഞ്ഞിട്ടും, എന്താണ് ഗ്രാസ് മോണോകോട്ടാണ്. അപ്പൊ ഗ്രാസ് എങ്ങനെ നമുക്ക് റോൾ ഇന്നും റോൾ ഔട്ടും ചെയ്യാൻ പറ്റും. ആ റോളിന് റോൾ ഔട്ടും ചെയ്ത് ട്രാൻസ്പിരേഷൻ റെഗുലേഷൻ നടത്തുന്ന സെല്ലാണ് എന്ത്, നമ്മുടെ ബുള്ളിഫോം സെൽസ്. അപ്പൊ ഈ 5 ഡിഫറൻസസ് അറിഞ്ഞിരിക്കുക. ഇനി അടുത്ത ചോദിച്ചിരിക്കുന്നത് സ്ട്രക്ചർ വരക്കാൻ അറിയണം. ഇത് NCERT ഡയഗ്രാം ആണ്, ഇത് വരക്കാൻ അറിഞ്ഞിരിക്കണം. അതായത് നമ്മളൊരു ലീഫ് എടുത്ത് അതിന്റെ ക്രോസ് സെക്ഷൻ എടുത്ത് നോക്കിയാൽ എങ്ങനെ നമുക്ക് കാണാൻ പറ്റുന്നത്, അതായത് ട്രാൻസ്ഫർ സെക്ഷൻ എടുത്ത് നോക്കിയാൽ നമുക്ക് എങ്ങനെ കാണാൻ പറ്റുന്നുള്ളതാണ്. അപ്പോ ഇതെങ്ങനെയാണ്, അഡാക്സിയൽ എപ്പിഡമിസം. അഡാക്സിയൽ എന്ന് പറഞ്ഞാൽ ടോപ്പ് സർഫസ്, അബാക്സിയൽ എന്ന് പറഞ്ഞാൽ നിയർ ദി ബേസ്, അതായത് താഴെയുള്ള സർഫസ്. ഇനി ഡൈക്കോട്ട് ലീഫിൽ മെയിൻലി നമുക്ക് എങ്ങനെയാണ്, താഴത്തെ പാർട്ടിലാണ് കൂടുതൽ സ്റ്റൊമേറ്റ കാണുന്നത്. പക്ഷെ മോണോകോട്ട് ലീഫിൽ നമുക്ക് ഇവിടെയും സ്റ്റൊമേറ്റ കാണാം, ഇവിടെയും സ്റ്റൊമേറ്റ കാണാം. അപ്പൊ നമുക്ക് എന്ത് മനസ്സിലായി, മേലെയും താഴെയും ഓൾമോസ്റ്റ് ഈക്വൽ ആയിട്ട് നമുക്ക് ഡിസ്ട്രിബ്യൂഷൻ കാണാൻ പറ്റും സ്റ്റൊമേറ്റയുടെ. ഇനി ഇവിടുത്തെ മീസോഫിൽ എങ്ങനെയാണ്, മീസോഫിൽ പാലിസേഡ് മീസോഫിലും സ്പോഞ്ചി മീസോഫിലായിട്ട് സ്ട്രക്ചറിലും ഡിഫറൻസസ് ഉണ്ട്. ഏതില്, ഡൈക്കോട്ട് ലീഫില്. പക്ഷെ മോണോകോട്ട് ലീഫിൽ എങ്ങനെയാണ്, അങ്ങനെ പ്രത്യേകിച്ച് എല്ലാം ഒരേ ടൈപ്പ് മീസോഫിലാണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുക. അതായത് സ്ട്രക്ചറൽ ഡിഫറൻസ് പാലിസേഡ് സ്പോഞ്ചി എന്ന് പറഞ്ഞ് നമുക്ക് കാണാൻ പറ്റില്ല. ഇനി ബണ്ടിൽ ഷീറ്റ് വരക്കാം. നമ്മൾ ഒരു ഡിഫറൻസും കൂടി കണ്ട ബുള്ളിഫോം സെൽസ് ആണ്. ബുള്ളിഫോം സെൽസ് ഏതിലുണ്ട്, മോണോകോട്ട് ലീഫിലുണ്ട്, ഡൈക്കോട്ട് ലീഫിൽ ഇല്ല. ഇവിടെ അത് ലേബൽ ചെയ്തിട്ടില്ല, പക്ഷെ ഇത് എഴുതുമ്പോൾ എഴുതിക്കോളാം ബുള്ളിഫോം സെൽസ് എവിടെയാണുള്ളത് എവിടെയാണ് ഇല്ലാത്തത്. മോണോകോട്ടിൽ പ്രസന്റ് ആണ്, ഡൈക്കോട്ടിൽ ആബ്സെന്റ് ആണ് എന്നുള്ളത് എഴുതി വെക്കുക. ഇനി ബാക്കിയുള്ള ഡയഗ്രാം, ബണ്ടിൽ ഷീറ്റ് വരക്കാം, സൈലം വരക്കുക, ഫ്ലോയം വരക്കുക, സബ്സ്റ്റൊമേറ്റൽ ക്യാവിറ്റി ലേബൽ ചെയ്യുക. അത് രണ്ടിടത്തും ലേബൽ ചെയ്തിട്ടുണ്ട്, അത് ലേബൽ ചെയ്തോളാം. ഇത്രയും കാര്യങ്ങൾ കഴിഞ്ഞ് എന്തായി, നമ്മുടെ ട്രാൻസ്ഫർ സെക്ഷൻ ഓഫ് ഡൈക്കോട്ട് ആൻഡ് മോണോകോട്ട് ലീഫ് ആയി. അപ്പൊ മെയിൻ അറിഞ്ഞിരിക്കേണ്ട എന്താ, മീസോഫിൽ എങ്ങനെയായിരിക്കണം എന്ന് അറിഞ്ഞിരിക്കുക. പിന്നെ ഈ സ്റ്റൊമേറ്റ ഗാർഡ് ചെയ്യുന്ന ഗാർഡ് സെല്ല് എങ്ങനെയാണ്, ഏതാണ് ഷേപ്പ് എന്ന് അറിഞ്ഞിരിക്കുക. ഈ ഡയഗ്രത്തിൽ അത് കാണിക്കാൻ പറ്റില്ല, സ്റ്റിൽ നമ്മുടെ ഡിഫറൻസസ് എഴുതുമ്പോൾ എഴുതിക്കോളുക. ഇത്രയും കഴിഞ്ഞാൽ എന്തായി, 13th ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആയി. ഇനി 14th ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് എന്താ, പാം ഇസ് എ മോണോകോട്ടിലിഡനസ് പ്ലാന്റ് യെറ്റ് ഇറ്റ് ഇൻക്രീസസ് ഇൻ ഗർത്ത്, വൈ ആൻഡ് ഹൗ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം മോണോകോട്സിൽ എന്ത് പറ്റില്ല, മോണോകോട്സിന്റെ സ്റ്റെമ്മില് സെക്കൻഡറി ഗ്രോത്ത് പറ്റില്ല. സ്റ്റിൽ പാം ബീങ് എ മോണോകോട്ട് എന്തുകൊണ്ടാണ് ഈ ഇൻക്രീസ് ഇൻ വിഡ്ത്ത് അല്ലെങ്കിൽ ഗേർത്ത് കാണുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ്, ബാക്കി എല്ലാ മോണോകോട്ടിനെയും പോലെ പാമിന്റെ സ്റ്റെമ്മിനും എന്തില്ല, പ്രൈമറി കേമ്പിയം ഒന്നുമില്ല. അതെന്താണ്, പ്രൈമറി കേമ്പിയം ഇസ് എ പ്രീ റെക്വിസിറ്റ് ഫോർ സെക്കൻഡറി ഗ്രോത്ത്. അപ്പൊ സെക്കൻഡറി ഗ്രോത്തിനുള്ള പ്രൈമറി കേമ്പിയം വഴിയുള്ള പോസിബിലിറ്റി ഇല്ല. പക്ഷെ ഏജ് കൂടുന്നതിനനുസരിച്ച് ഈ ട്രീ ഡയമീറ്ററിലും കൂടി വരും. അത് എന്താണ് കാരണം, എന്താണ്, അവരുടെ ഗ്രൗണ്ട് ടിഷ്യൂല് ഗ്രോത്ത് നടക്കുന്നുണ്ട് എന്ന് വെച്ചാല് എന്താണ്, ഗ്രൗണ്ട് ടിഷ്യൂല് കാണുന്ന പാരൻകൈമാറ്റസ് സെൽസിന് എന്ത് പറ്റുന്നുണ്ട്, ഡിവിഷൻ നടക്കുന്നു, എൻലാർജ്മെന്റ് നടക്കുന്നു.
അങ്ങനെ ഗ്രോത്ത് നടക്കുമ്പോൾ എന്ത് പറ്റും, നമ്മുടെ വിഡ്ത്ത് അല്ലെങ്കിൽ ഗേർത്ത് കൂടി വരും. ഇനി ഇതിനെ നമ്മൾ പറയുന്നതാണ് ഡിഫ്യൂസ്ഡ് സെക്കൻഡറി ഗ്രോത്ത്. അപ്പൊ ഡിഫ്യൂസ്ഡ് സെക്കൻഡറി ഗ്രോത്ത് കാരണം ഗ്രൗണ്ട് ടിഷ്യൂലെ പാരൻകൈമാറ്റ സെല്ല് എൻലാർജ്മെന്റ് നടന്നു, ഡിവിഷൻ നടന്നു. അങ്ങനെ വന്നു കഴിയുമ്പോൾ എന്ത് പറ്റും, നമ്മുടെ ഡിഫ്യൂസ്ഡ് സെക്കൻഡറി ഗ്രോത്ത് കാണാൻ പറ്റുന്നുണ്ട്. ഇനി സെക്കൻഡറി കേമ്പിയം ചിലപ്പോ ഫോം ചെയ്യാം എവിടെ, ഹൈപ്പോഡെർമൽ റീജിയൻ ഓഫ് സെല്ലില്. സ്റ്റെമ്മിന്റെ ഹൈപ്പോഡെർമൽ റീജിയനിൽ, എപ്പിഡെർമിസിന് താഴെയുള്ള പോർഷനാണ് ഹൈപ്പോഡെർമിസ് എന്ന് വിളിക്കുന്നത്. ആ പൊസിഷനിൽ എന്ത് കാണാൻ പറ്റും, സെക്കൻഡറി കേമ്പിയം ചിലപ്പോൾ ഫോം ചെയ്തേക്കാം. ഇനി അത് ഫോം ചെയ്യുന്ന എന്തുണ്ടാക്കുന്നു, കൺജങ്ക്റ്റീവ് ടിഷ്യൂ ഉണ്ടാക്കുന്നു. ആൻഡ് ചില പാച്ചസ് ഓഫ് മെരിസ്റ്റമാറ്റിക് സെൽ, അതായത് ആക്ടിവ്ലി ഡിവൈഡിങ് സെൽസ് ഉണ്ടാക്കുന്നു. ഇനി ഈ ആക്ടിവിറ്റി ഓഫ് ദിസ് മെരിസ്റ്റമാറ്റിക് സെൽസ് എന്ത് ഫോം ചെയ്യുന്നു, ഫോർമേഷൻ ഓഫ് സെക്കൻഡറി വാസ്കുലർ ബണ്ടിൽസ്. അങ്ങനെയും ഗ്രോത്ത് സംഭവിക്കുന്നതായിട്ടും നമുക്ക് റീസൺ പറയാൻ പറ്റും. അപ്പോ ഇതിന് നടക്കുന്ന ഡിഫ്യൂസ്ഡ് സെക്കൻഡറി ഗ്രോത്ത് എങ്ങനെയാണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കാം. അപ്പൊ ഏത് വർഷം കഴിഞ്ഞു, നമ്മുടെ 14th വർഷം കഴിഞ്ഞു. ഇനി ലോങ് ആൻസർ ക്വസ്റ്റ്യന്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, arrangement of ovules within the ovary is known as placentation. What does the term placenta refer to? Draw various types of placentations in the flower as seen in TS and VS. Vertical sectionും ട്രാൻസ്ഫർ സെക്ഷനും കാണുന്ന പ്ലാസന്റേഷൻ ഫ്ലവേഴ്സിൽ എങ്ങനെയാണെന്ന് ജസ്റ്റ് ഒന്ന് ചോദിച്ചിരിക്കുകയാണ്. അപ്പൊ ആദ്യം ചോദിച്ചിരിക്കുന്നത് എന്താ, വാട്ട് ഇസ് എ പ്ലാസന്റ? പ്ലാസന്റ എന്താന്ന് ചോദിച്ചാൽ എന്ത് പറയും, നമ്മുടെ ഓവറിയുടെ ഒരു പാർട്ടാണ് പ്ലാസന്റ, വേർ നമ്മുടെ ഫ്യൂണിക്കുലസ് അറ്റാച്ച് ചെയ്യുന്നു. അതായത് പ്ലാസന്റ ഇസ് എ പാർട്ട് ഓഫ് ഓവറി വേർ ദ ഫ്യൂണിക്കുലസ് ഇസ് അറ്റാച്ച്ഡ്. ഇനി ഫ്യൂണിക്കുലസ് അറ്റാച്ച് ചെയ്യുന്ന എൻഡിനെ നമ്മൾ എന്തെന്ന് വിളിച്ചു, പ്ലാസന്റ എന്ന് വിളിച്ചു. ഇനി പ്ലാസന്റേഷൻ എന്താണ് നമ്മുടെ ഓവറിയിൽ കാണുന്ന പ്ലാസന്റയുടെ ഡിസ്ട്രിബ്യൂഷനാണ് നമ്മൾ പ്ലാസന്റേഷൻ എന്ന് വിളിക്കുന്നത്. അതിന്റെ ടൈപ്സ് ഒക്കെ നമ്മൾ മോർഫോളജിയിൽ പഠിച്ചതാണ്. ജസ്റ്റ് ഒന്നും കൂടി ഒന്ന് റിവിഷൻ പോലെ ചെയ്തോളാം. ടൈപ്സ് എന്താണ്, ആക്സൈൽ ഉണ്ട്, മാർജിനൽ ഉണ്ട്, സൂപ്പർഫിഷ്യൽ, പെറൈറ്റൽ, ബേസൽ, ഫ്രീ സെൻട്രൽ. ഇനി ഓരോ നോക്കുകയാണെങ്കിൽ ആക്സൈൽ എങ്ങനെയാണ്, ഒരു കമ്പൗണ്ട് ഓവറിയാണ്, അതായത് വേറെ ലോക്യൂൾസ് ഉണ്ട്. ആൻഡ് ഈ ലോക്യൂൾസിന്റെ ഓരോന്നിലും പ്ലസന്റ റൈസ് ചെയ്യുന്നു. എക്സാമ്പിൾ ലെമൺ, ഹിബിസ്കസ് അല്ലെങ്കിൽ ചൈന റോസ് ആൻഡ് ടൊമാറ്റോ. അതിന്റെ ഡയഗ്രാം ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. ഇങ്ങനെ എല്ലായിടത്തും നടുക്ക് കാണാൻ പറ്റുന്നത്. മാർജിനൽ എങ്ങനെയാണ്, ഒരു യൂണികാർപ്പലേറ്റ് ഓവറി, അതായത് സിംഗിൾ കാർപ്പിന് മാത്രമുള്ള, ഒരൊറ്റ കാർപ്പിന് മാത്രമുള്ള ഓവറിയുടെ മാർജിന്റെ ലോങ് കാണുന്ന പ്ലസന്റേനെ നമ്മൾ എന്തെന്ന് വിളിച്ചു, മാർജിനൽ പ്ലസന്റ. എക്സാമ്പിൾ ഏതാണ്, ഫെബേസിയെ. സൂപ്പർഫിഷ്യൽ എങ്ങനെയാണ്, സെപ്റ്റേഡ്, അതായത് സെപ്റ്റ എന്ന് പറഞ്ഞാൽ ജോയിൻ ചെയ്യുന്നുണ്ട്. ഇത് ഓരോന്നും എന്താണ്, ഓരോ സെപ്റ്റയാണ്. ഇനി ഈ ജോയിൻ ചെയ്യുന്ന വോൾ അല്ലെങ്കിൽ സെപ്റ്റേന്റെ സർഫസിൽ നിന്ന് റൈസ് ചെയ്ത് വരുന്ന ഒബ്യൂൾസ് ഉണ്ടെങ്കിൽ നമ്മൾ എന്തെന്ന് വിളിച്ചു, നമ്മൾ സൂപ്പർഫിഷ്യൽ എന്ന് വിളിച്ചു. എക്സാമ്പിൾ നിംഫേസിയെ. ഇനി പെറൈറ്റൽ എന്താണ്, പെറൈറ്റൽ പുറത്ത് എന്നുള്ള, അങ്ങനെ ഓർക്കുക, പെറൈറ്റൽ ഈക്വൽസ് പുറത്ത് അല്ലെങ്കിൽ പെരിഫറിയില്. അപ്പോ പ്ലാസന്റ എവിടെയാണ്, നമ്മുടെ ഓവറി വാൾസിലാണ് കാണാൻ പറ്റുക, ഇൻ ദ പെരിഫറി, അതായത് നമ്മുടെ അറ്റത്താണ് എന്ത് കാണുന്നത്, നമ്മുടെ പ്ലാസന്റ കാണാൻ പറ്റുന്നത്. ഇനി പ്ലാസന്റ എവിടെയാണ്, ഓവറി വാൾസിലാണ്. ആൻഡ് ഈ ഓവറി വാൾസിന്റെ അവിടെ നമുക്ക് പ്ലാസന്റ ഒബ്യൂൾസ് കാണാൻ പറ്റും അറ്റാച്ച് ചെയ്ത്. എക്സാമ്പിൾ മസ്റ്റേർഡ്, ആർജിമോൺ, ക്യൂക്കംബർ. ഇനി ഫ്രീ സെൻട്രൽ എന്തായിരിക്കും, പേര് പോലെ തന്നെ സെന്ററിൽ ഫ്രീ ആയിട്ട് സെപ്റ്റിയോ ഒരു കണക്ഷൻ ഒന്നുമില്ലാണ്ട് ഫ്രീ ആയിട്ട് ലൈൻ ചെയ്യുന്നു. അപ്പൊ അലോങ് ദി കോളം, അതായത് ഈ നടുക്ക് അലോങ് ദി കോളം ആയിരിക്കും ലൈ ചെയ്യുന്നത്. ആൻഡ് വിത്തൗട്ട് സെപ്റ്റി ആയിരിക്കും. എക്സാമ്പിൾ ഡയാന്തസും പ്രിംറോസും ഓർത്തു വെക്കാം. ഇനി ബേസിൽ എങ്ങനെയാണ്, പ്ലാസന്റ അറ്റ് ദി ബേസ് ഓഫ് ഓവറി. ബേസ് എന്ന് തന്നെ നമുക്കറിയാം ബേസ് ഓഫ് എന്തോ ആണ്, എന്താണ്, ഓവറിയുടെ ബേസിലാണ് ബേസൽ പ്ലാസന്റേഷൻ കാണാൻ പറ്റുക. എക്സാമ്പിൾ സൺഫ്ലവർ, അതായത് ആസ്റ്ററേസിയ ഫാമിലി ആൻഡ് മെരിഗോൾഡ്. ഈ ഓരോന്നിന്റെ ഡയഗ്രാം, ഓരോന്നിന്റെ എക്സാമ്പിളും ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കാം. ഇനി എന്താണ് പ്ലാസന്റേഷൻ, അറേഞ്ച്മെന്റ് ഓഫ് ഒബ്യൂൾസ് വിത്തിൻ ദി ഓവറിനെയാണ് നമ്മൾ പ്ലാസന്റേഷൻ എന്ന് വിളിക്കുന്നത്. ഡിഫറെന്റ് ടൈപ്സ് നമ്മളിപ്പോ കണ്ടതേ ഉള്ളൂ, മാർജിനൽ, ആക്സൈൽ, പെറൈറ്റൽ, ബേസൽ, സെൻട്രൽ, ഫ്രീ സെൻട്രൽ ഒക്കെ. ഇനി മാർജിനൽ എവിടെയാണ്, നമുക്കറിയാം ഒരു യൂണികാർപ്പിലറി ഓവറി ഉണ്ടായിരുന്നു, അതിന്റെ അലോങ് ദി മാർജിൻ നമ്മുടെ ഒരു റിഡ്ജ് ഫോം ചെയ്ത് അവിടെ ഒബ്യൂൾസ് ഈ റിഡ്ജിൽ കാണുകയാണ്.
ആസ് ഇൻ ഫെബേസിയ, അതായത് പി ഫാമിലിയിൽ. പ്ലസന്റ ഒരു റിഡ്ജ് ഫോം ചെയ്യുന്നു അലോങ് ദി വെൻട്രൽ suture of the ovary and ovules are born on this ridge forming two rows. ഇനി ആക്സിയൽ ആണെങ്കിൽ എങ്ങനെയാണ്? ഒവ്യൂൾസ് അറ്റാച്ച് ടു മൾട്ടിലോക്യുലർ ഓവറി ആൻഡ് കാണുന്നത് എക്സാമ്പിൾ ചൈന റോസ്, ലെമൺ ടൊമാറ്റോ ഒക്കെ അറിഞ്ഞിരിക്കുക. പെറൈറ്റൽ എന്ന് പറഞ്ഞാൽ പെരിഫറി, പുറത്തുള്ള സൈഡ്, അതായത് ഓൺ ദി പെരിഫറൽ പാർട്ട്, അതായത് ഓവറിയുടെ ഇന്നർ വാൾ അല്ലെങ്കിൽ പെരിഫറൽ പാർട്ടിൽ ഒവ്യൂൾസ് ഡെവലപ്പ് ചെയ്യുന്നു. ഇതിൽ ഓവറി എങ്ങനെയാണ്? വൺ ചേംബേർഡ്, പക്ഷേ ഇത് ടു ചേംബേർഡ് ആവും ഇൻ ദ പ്രസൻസ് ഓഫ് ഫോർമേഷൻ ഓഫ് ഫോൾസ് സെപ്റ്റം ആസ് ഇൻ മസ്റ്റേർഡ് അല്ലെങ്കിൽ ആർജിമോൺ. ഇനി സെപ്റ്റ ഒന്നുമില്ല, സെൻട്രൽ ആക്സിസിൽ ജസ്റ്റ് ഒവ്യൂൾസിനെ കാണുകയാണെങ്കിൽ വിത്തൗട്ട് സെപ്റ്റ നമ്മൾ എന്തെന്ന് വിളിക്കും? ഫ്രീ സെൻട്രൽ ആസ് സീൻ ഇൻ ഡയാന്തസ് പ്രിംറോസ്. ഇനി ബേസൽ പ്ലസന്റേഷൻ എങ്ങനെയാണ്? പ്ലസന്റ at the base of ovary and ഒരൊറ്റ ovule is attached to it as in sunflower and marigold. ഈ ഡയഗ്രം ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കാം മറക്കാൻ വേണ്ടി. അറ്റ് ദി ബേസ് ഓഫ് ഓവറി ആണ് ബേസൽ പ്ലസന്റേഷൻ. ഫ്രീ സെന്ററിൽ സെപ്റ്റ ഇല്ല, സെന്ററിൽ ഫ്രീ ആയിട്ട് ലൈ ചെയ്യുന്നു. പെറൈറ്റലിൽ ഓവറിയുടെ ഇന്നർ വാൾ അല്ലെങ്കിൽ പെരിഫറിയിൽ ഒവ്യൂൾസ് ആർ ബോൺ. ഇനി ആക്സൈൽ ആണെങ്കിൽ സെപ്റ്റ ഉണ്ട്. ഈ സെപ്റ്റയുടെ നടുക്ക് അലോങ് ദി സെൻട്രൽ ആക്സിസിൽ ഓരോന്നിലും ഓരോ മൾട്ടി കാർപ്പിലറി ആയിരിക്കും. അതിൽ ഓരോന്നിനും സെന്റർ ആക്സിസിനടുത്ത് ഒവ്യൂൾസ് ആർ ബോൺ. ഇനി മാർജിനൽ ആണെങ്കിൽ അലോങ് ദി മാർജിൻ ഒരു റിഡ്ജ് ഫോം ചെയ്ത് അവിടെ ടു റോസ് ഓഫ് ഒവ്യൂൾസ് ആർ ബോൺ എന്ന് പറഞ്ഞ് എഴുതി വെക്കാം. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ, deciduous plants shed their leaves during hot summer or in autumn. This process of shedding of leaves is called abscission. Any apart from physiological changes, what anatomical mechanism is involved in this abscission of leaves? അപ്പോൾ abscission of leaves എന്ന് പറഞ്ഞാൽ എന്താ? ഷെഡിങ് ഓഫ് ലീവ്സ്. അതായത് ഹോട്ട് ആയിട്ടുള്ള ക്ലൈമറ്റിൽ സമ്മറിൽ അല്ലെങ്കിൽ ഓട്ടമിൽ നമുക്കറിയാം എന്ത് ലീഫിന്റെ ഫോള് നടക്കും. അപ്പോൾ ആ ഫോളിന് നമ്മൾ വിളിക്കുന്നത് ആബ്സിഷൻ എന്നാണ്. ഇനി ആബ്സിഷന് കാരണക്കാരായിട്ടുള്ള മെക്കാനിസം എന്തൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ചില അനാറ്റമിക്കൽ മെക്കാനിസംസ് ആണ് ഇതിന് കാരണം. ഇനി അതെന്തൊക്കെയാണ്? ഒന്നാമത് സ്ട്രക്ചറലി നോക്കുകയാണെങ്കിൽ ഡെസിഡിയസ് ട്രീയിലാണ് ഇങ്ങനെ ലീഫിന്റെ ഫോള് നടക്കുന്നത്. ഡെസിഡിയസ് ആയിട്ടുള്ള ട്രീയിൽ ഒരു ആബ്സിഷൻ സോൺ എന്ന് പറഞ്ഞ് നമുക്ക് കാണാൻ പറ്റും. ആബ്സിഷൻ സോണിനെ നമ്മൾ വേറെ പേരിട്ട് വിളിക്കുന്നു സെപ്പറേഷൻ സോൺ. ഇനി ഇതെവിടെയാണ് കാണാൻ പറ്റുക? നമ്മുടെ ലീഫിന്റെ സ്റ്റോക്ക് ആണ് പീറ്റിയോൾ. ഈ പീറ്റിയോളിന്റെ ബേസിൽ നമുക്കൊരു ആബ്സിഷൻ സോൺ കാണാൻ പറ്റും. ഇനി ഈ ആബ്സിഷൻ സോണിന്റെ ടോപ്പ് ലെയർ ഓഫ് സെൽസിന് എങ്ങനെയാണ്? വീക്ക് വാൾസ് ആയിരിക്കും. അതായത് നല്ല വീക്ക് നേച്ചർ ആയിട്ടുള്ള സെൽസ് ആയിരിക്കും അതിന്റെ ആബ്സിഷൻ സോണിന്റെ ടോപ്പ് ലെയർ. ആൻഡ് അതിന്റെ ബോട്ടം ലെയർ എങ്ങനെയായിരിക്കും? ബോട്ടം ലെയർ എക്സ്പാൻഡ് ചെയ്യും ഇൻ ഓട്ടം സീസൺ. അപ്പൊ അങ്ങനെ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ നമ്മുടെ വീക്ക് വാളിലെ ടോപ്പ് ലെയർ എങ്ങനെയാവും? ഷെഡ് ആയി പോകുന്നു, ബ്രേക്കിംഗ് ദ വീക്ക് വാൾസ് ഓഫ് ദി സെൽസ് ഇൻ ദ ടോപ്പ് ലെയർ. ഇനി ഇത് എന്തിന് ഹെൽപ്പ് ചെയ്യുന്നു? നമ്മുടെ ലീഫിനെ ഷെഡ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു. ഇനി ഈ ഓട്ടം സമയത്ത് നമ്മുടെ ലീഫിന്റെ ക്ലോറോഫിൽ ലോസ് ആവുന്നുണ്ട്. അതായത് ഡ്യൂറിങ് ദിസ് ആബ്സിഷൻ പ്രോസസ് ഈ ലോസ് ഓഫ് ക്ലോറോഫിലും ഒരു കാരണമാണ് ഈ ആബ്സിഷൻ നടക്കാനുള്ളത്. ഇനി ഹോർമോണൽ എടുത്ത് നോക്കുകയാണെങ്കിൽ നമ്മൾ പ്ലാന്റ് ഗ്രോത്തിൽ പഠിക്കും ആബ്സിസിക് ആസിഡ് എന്നുള്ളത്. ആബ്സിസിക് ആസിഡ് എന്താണ്? ഒരു പ്ലാന്റ് ഹോർമോൺ ആണ് വിച്ച് സ്റ്റിമുലേറ്റ്സ് ആബ്സിഷൻ എന്ന് പറയുന്ന പ്രോസസ്. ഇനി ഈ ആബ്സിഷൻ പ്രോസസ്സിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നതുകൊണ്ടാണ് നമ്മൾ എന്തെന്ന് വിളിച്ചത്? ആബ്സിസിക് ആസിഡ് എന്ന് പറഞ്ഞ് ആ ഓർഗാനിക് മെറ്റീരിയലിനെ നമ്മൾ ആ ഹോർമോണിനെ നമ്മൾ നെയിം ചെയ്തത്. അപ്പോൾ ഇത്തരത്തിലുള്ള കാരണം കൊണ്ടാണ് എന്ത് നടക്കുന്നത്? ഡെസിഡിയസ് പ്ലാന്റ്സിന് ലീഫ് ഷെഡിങ് നടക്കുന്നത് ഡ്യൂറിങ് ഹോട്ട് സമ്മർ അല്ലെങ്കിൽ ഓട്ടം, അതായത് ആബ്സിഷൻ നടക്കുന്നത്. സ്ട്രക്ചറിനും ലോസ് ഓഫ് ക്ലോറോഫിലും ആബ്സിസിക് ആസിഡിന്റെ പ്രസൻസും ഒക്കെ ആൻസറിൽ വരണം. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 3. ക്വസ്റ്റ്യൻ എന്താണ്? ഇസ് പൈനസ് എൻ എവർഗ്രീൻ ട്രീ കമന്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. പൈനസ് എങ്ങനെയാണ്? ജിംനോസ്പെർമില് ഒരു ട്രീ ആണ്. ഇനി ആൻസർ എന്ത് വരും? പൈനസ് ഒരു എവർഗ്രീൻ കോണിഫറസ് റെസീനിയസ് ട്രീസ് ആണ്. നമുക്കറിയാം കോണിഫർ എന്ന് പറഞ്ഞാൽ ഏതിലാണ്? നമ്മുടെ ജിംനോസ്പെർമ്സിൽ ഉള്ളതാണ്. ഇനി നമുക്കറിയാം ഈ കോണിഫേഴ്സ് അല്ലെങ്കിൽ ജിംനോസ്പെർമ്സിന്റെ ലീവ്സിന് ചില അഡാപ്റ്റേഷൻസ് ഉണ്ട്. അഡാപ്റ്റേഷൻ കാരണം എങ്ങനെ പറ്റും? ഇവർക്ക് എക്സ്ട്രീംസ് ഓഫ് ടെമ്പറേച്ചർ വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റും. ഹ്യൂമിഡിറ്റി എത്രയുണ്ടെങ്കിലും അതും ഓവർകം ചെയ്യാൻ പറ്റും. ഇനി വിൻഡ് ഉണ്ടെങ്കിലും അവരെങ്ങനെയാണ്? കൊഴിഞ്ഞൊന്നും പോകാണ്ട് സ്ട്രോങ് ആയിട്ട് റിമെയിൻ ചെയ്യും. ആൻഡ് കോണിഫേഴ്സിൽ ഒരു പ്രത്യേകതകളുണ്ട്. നീഡിൽ ലൈക്ക് ലീവ്സ് ആണ് കാണാൻ പറ്റുക.
ഇപ്പൊ നീഡിൽ ലൈക്ക് ലീഫ് ആകുമ്പോൾ അവർക്ക് എന്ത് പറ്റും? റിഡ്യൂസ് ദി സർഫസ് ഏരിയ. സർഫസ് ഏരിയ കുറയുമ്പോൾ അവരുടെ ട്രാൻസ്പിറേഷനോ വാട്ടർ ലോസോ അതിനനുസരിച്ച് കുറവായിരിക്കും. ഇനി അവരുടെ ക്യൂട്ടിക്കിൾ എങ്ങനെയാണ്? തിക്ക് ക്യൂട്ടിക്കിൾ ആണ്. ഇനി അവരുടെ സ്റ്റൊമേറ്റ സങ്കൻ സ്റ്റൊമേറ്റ ആണ്. സങ്കൻ ആയിരുന്നു പറഞ്ഞാൽ മുങ്ങിക്കിടക്കാണ്, അതായത് ഉള്ളിൽ ഡീപ്പർ ആയിട്ട് ഇങ്ങനെ എംബഡഡ് ആയിട്ട് കിടക്കുകയാണ്. അങ്ങനെ ഡീപ്പ് ആയിട്ടാണ് പ്രസന്റ് എങ്കിൽ അതിന്റെ അനുസരിച്ച് നമ്മുടെ ട്രാൻസ്പിറേഷൻ അല്ലെങ്കിൽ വാട്ടർ ലോസ് കുറക്കാൻ പറ്റും. അപ്പൊ വാട്ടർ ലോസ് കുറക്കാൻ എന്തൊക്കെ ഉണ്ട്? ക്യൂട്ടിക്കിൾ തിക്കാണ്, സങ്കൻ സ്റ്റൊമേറ്റ ആണ്, ആൻഡ് നീഡിൽ ലൈക്ക് ലീവ്സ് ആണ് വിച്ച് റെഡ്യൂസ് ദി സർഫസ് ഏരിയ. അപ്പൊ നമ്മുടെ ഡെസീഡിയസ് പ്ലാന്റ്സിൽ നേരത്തെ ആബ്സിഷൻ കണ്ടതുപോലെ പൈനസ് എങ്ങനെയാണ്? അവരുടെ ലീഫ് ഒന്നും ഷെഡ് ചെയ്യില്ല. അപ്പൊ ലീഫ് ഒന്നും ഷെഡ് ചെയ്യാണ്ട് എല്ലാ കാലവും ഒരേപോലെ നിൽക്കുന്ന ട്രീനെ നമ്മൾ എന്തെന്ന് വിളിച്ചു? എവർഗ്രീൻ ട്രീ. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് പൈനസ് ഒരു എവർഗ്രീൻ ട്രീ ആണെന്ന് പറയാൻ പറ്റുന്നു. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 4. Assume that a pencil box held in your hand represents a plant cell. In how many possible planes can it be cut? Indicate these cuts with the help of line drawings. അപ്പോ നമ്മളോട് ബേസിക്കലി ചോദിച്ചിരിക്കുന്നത് എന്താണ്? ബൈലേറ്ററൽ സിമെട്രി ആണോ, റേഡിയൽ സിമെട്രി ആണോ, ഇനി അതിന് ലൈൻ ഡയഗ്രാം വെച്ച് നമ്മൾ റെപ്രസെന്റ് ചെയ്യാൻ. അപ്പൊ നമുക്കൊരു എന്തറിയാം? ബൈലാറ്ററൽ സിമെട്രി എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ഹ്യൂമൻസിന്റെ ഒക്കെ എങ്ങനെയാണ്? റൈറ്റ് ലേറ്ററൽ സൈഡും ലെഫ്റ്റ് ലേറ്ററൽ സൈഡും സിമെട്രിക്കൽ ആണ്. അപ്പൊ ഒരു ഒറ്റ ആക്സിൽ നമുക്ക് ഈക്വൽ 2 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഇനി ബൈലാറ്ററൽ സിമെട്രിയിൽ എന്തുണ്ട്? ഒരു സെൻട്രൽ ആക്സിസ് ഉണ്ട്, ഒരു സിംഗിൾ സെൻട്രൽ ആക്സിസ് ഉണ്ട് ത്രൂ വിച്ച് വി കൻ ഡിവൈഡ് ദി ഓർഗാനിസം ഇൻ ടു ഐഡന്റിക്കൽ ലെഫ്റ്റ് ആൻഡ് റൈറ്റ്. പക്ഷെ റേഡിയൽ സിമെട്രിയിൽ എങ്ങനെയാണ്? നമുക്കൊരു സെൻട്രൽ ആക്സിസ് എടുത്താൽ ഏതൊക്കെ വഴി നമ്മൾ ഈ സെൻട്രൽ ആക്സിൽ പാസ് ചെയ്യണമെന്നൊരു ഒറ്റ നിർബന്ധം മാത്രമേ ഉള്ളൂ. സെൻട്രൽ ആക്സിലൂടെ പാസ് ചെയ്ത് എവിടെ നിന്ന് വേണമെങ്കിലും നമ്മൾ ലൈൻ വരച്ചാലും എങ്ങനെയാണ്? ഈക്വൽ 2 ആയിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ബൈലാറ്ററൽ എന്ന് പറഞ്ഞാൽ 2 ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. റേഡിയൽ എന്ന് പറഞ്ഞാൽ ഇൻ n നമ്പർ ഓഫ് സിമെട്രിക്കൽ ഹാഫ്സ് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പോ when any plane passing through the central axis divides the cell into 2 identical halves. ഏത് പ്ലെയിനും ജസ്റ്റ് സെൻട്രൽ ആക്സിൽ കൂടെ ആണ് ആ പ്ലെയിൻ പോകുന്നതെങ്കിൽ അതിനെ 2 ആയിട്ട് ഡിവൈഡ് ചെയ്തിരിക്കും എന്ന് പറയുന്നത് നമ്മൾ റേഡിയൽ സിമെട്രി എന്ന് വിളിച്ചു. ആൻഡ് ഐഡന്റിക്കൽ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് മാത്രമായിട്ട് ഒരൊറ്റ പ്ലെയിന് ഡിവൈഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഒരു വെർട്ടിക്കൽ പ്ലെയിന് മാത്രം, ഓൺലി 1 വെർട്ടിക്കൽ പ്ലെയിൻ, അതായത് ഒരൊറ്റ വെർട്ടിക്കൽ പ്ലെയിനെ കൊണ്ട് മാത്രമേ ഡിവൈഡ് ചെയ്യാൻ പറ്റുള്ളൂങ്കിൽ അതിനെ ബൈലേറ്ററൽ സിമെട്രി എന്ന് വിളിക്കും. 4th ക്വസ്റ്റ്യൻ ആൻസർ എന്തായി? ആ ഡയഗ്രാം വരക്കാം. ആൻഡ് സിമെട്രി എങ്ങനെയായിരിക്കുന്നു ജസ്റ്റ് ഒന്ന് ഡിഫൈൻ ചെയ്ത് പറഞ്ഞോളാം. ഇനി 5th ക്വസ്റ്റ്യൻ എന്താണ്? Each of the following terms has some anatomic significance. What do these terms mean? Explain with the help of line diagram. ഇനി ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? പ്ലാസ്മ ഡെസ്മോസോംസ് അല്ലെങ്കിൽ പ്ലാസ്മോഡെസ്മേറ്റ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ പ്ലാസ്മോഡെസ്മേറ്റ എന്ന് പറയുന്നത് നമ്മുടെ പ്ലാന്റ് സെല്ലിന് ഗ്രോത്തിന്റെ സമയത്ത് നമുക്കറിയാം പ്ലാന്റ് സെൽസ് ഉണ്ടാവും. ഇനി ഈ മൈക്രോസ്കോപ്പിൽ കൂടെ നോക്കുമ്പോൾ ഈ പ്ലാന്റ് സെൽ അഡ്ജസെന്റ്, അതായത് അടുത്തടുത്ത് കിടക്കുന്ന പ്ലാന്റ് സെല്ലിന്റെ നടുക്ക് ചില പ്രോട്ടോപ്ലാസ്മിക് സ്ട്രാൻഡ്സ് റൺ ചെയ്യുന്ന പോലെ നമുക്ക് തോന്നും. ഇനി ഈ പ്ലാസ്മോഡെസ്മേറ്റ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ 2 സെൽസിനെ ജോയിൻ ചെയ്യുന്ന രീതിയിൽ ചില ചാനൽസ് കാണാൻ പറ്റും. ഈ ചാനൽസിലേക്ക് കൂടി മൂവ്മെന്റ് ഓഫ് സബ്സ്റ്റൻസസും ടേക്ക് പ്ലേസ് ചെയ്യും. കാരണം ഇങ്ങനെ ചാനൽസ് അല്ലെങ്കിൽ പ്ലാസ്മോഡെസ്മേറ്റ് ഉണ്ടെങ്കിൽ എന്ത് പറ്റും? ഇവിടെ നിന്നുള്ള സാധനം ഇപ്പുറത്തെത്താനും അല്ലെങ്കിൽ ഇവിടെ നിന്നുള്ള സാധനം ഇപ്പുറത്തെത്താനും അത് ഫെസിലിറ്റേറ്റ് ചെയ്യും. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? പ്ലാസ്മോഡെസ്മേറ്റ. പ്രോട്ടോപ്ലാസ്മിക് സ്ട്രാൻഡ്സ് ആണ് ബിറ്റ്വീൻ അഡ്ജസെന്റ് പ്ലാന്റ് സെൽസ്. ഇനി ഹെൽപ്സ് ഇൻ മൂവ്മെന്റ് ഓഫ് സബ്സ്റ്റൻസസ് ബിറ്റ്വീൻ ദ സെൽസ്. ഇനി ബി ചോദിച്ചിരിക്കുന്ന മിഡിൽ ലാമെല്ല. മിഡിൽ ലാമെല്ല എന്താണ്? കാൽഷ്യം പെക്ടേറ്റ് കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ലെയർ ആണ്. ആൻഡ് ഈ ലെയർ എന്ത് ചെയ്യുന്നു? തൊട്ടടുത്തടുത്തുള്ള 2 സെൽസിനെ ഹോൾഡ് ചെയ്യുന്നു ടുഗെദർ അല്ലെങ്കിൽ ഗ്ലൂ ചെയ്യുന്നു. അതായത് അവര് ഗ്ലൂയിങ് ടുഗെദർ, അതായത് അവരെ സ്റ്റിക്ക് ചെയ്ത് ഒരുമിച്ച് സ്റ്റേ ചെയ്യാൻ അനുവദിക്കുന്നു. ആൻഡ് ഈ മിഡിൽ ലാമെല്ല എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്? കാൽഷ്യം പെക്ടേറ്റ് ആണ് മെയിൻ കോമ്പോസിഷൻ. ആൻഡ് അതിന്റെ കൂടെ മാഗ്നീഷ്യം പെക്ടേറ്റ് നമുക്ക് കാണാൻ പറ്റും. ഇനി ഒരു ഫ്രൂട്ട് റൈപ്പൻ ചെയ്യുമ്പോൾ, അതായത് റൈപ്പ് ആവുമ്പോൾ അത് സോഫ്റ്റ് ആവുന്നു, പൾപ്പി ആവുന്നു. കാരണം എന്താണ്? അതിന്റെ മിഡിൽ ലാമെല്ല, സെൽസിന് ബിറ്റ്വീൻ ആയിട്ടുള്ള മിഡിൽ ലാമെല്ല പതുക്കെ ഡിസോൾവ് ആയി പോകുന്നു, ഡിസൊല്യൂഷൻ നടക്കുന്നു. അങ്ങനെ ഡിസൊല്യൂഷൻ നടക്കുമ്പോൾ എന്ത് പറ്റും? അങ്ങനെ ഒരു സ്ട്രോങ് ലെയർ ഡിസോൾവ് ആയി പോയാൽ ഭയങ്കര സോഫ്റ്റ് ആൻഡ് പൾപ്പി ഫീല് നമുക്ക് കിട്ടും. ഇനി സി ചോദിച്ചിരിക്കുന്ന സെക്കൻഡറി വാൾ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സെൽ വാൾ
ഒരു യങ് പ്ലാന്റ് സെല്ലിന്റെ സെൽ വാള്, അതായത് പ്രൈമറി വാൾ നമുക്ക് പറയും. ഇനി ഈ പ്രൈമറി വാള് ഗ്രോ ചെയ്തുകൊണ്ടിരിക്കും ഇനീഷ്യൽ സ്റ്റേജിൽ. ഇനി വളർന്ന് കുറച്ച് കഴിയുമ്പോൾ എന്ത് പറ്റും, ഈ ഗ്രോത്ത്, അതായത് സെൽ മെച്ചോറേഷൻ അടുക്കുമ്പോൾ ഈ ഗ്രോത്ത് പതുക്കെ കുറഞ്ഞു വരും. ആൻഡ് ഈ പ്രൈമറി വാളിന്റെ അടുത്തൊരു സെക്കൻഡറി വാൾ ഇസ് ഫോംഡ് ഓൺ ദി ഇന്നർ സൈഡ്, അതായത് മെംബ്രെയിൻ സൈഡിലേക്ക് ഈ പ്രൈമറി വാളിന്റെ എന്ത് ഫോം ചെയ്യുന്നു, ഒരു സെക്കൻഡറി വാൾ ഫോം ചെയ്യുന്നു. ആൻഡ് ഈ സെക്കൻഡറി വാൾ എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്, കോമ്പോസിഷൻ ബൈ ലിഗ്നിൻ. ഇനി ഇതെന്തിനാണ് ഹെൽപ്പ് ചെയ്യുന്നത്, ഒരു സെല്ല് ഡിഫറൻസിയേഷൻ അറ്റൈൻ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അതിനർത്ഥം എന്താ, ആ പ്രൈമറി സെല്ലിന്, അതായത് ആ സെല്ലിന്റെ പ്രൈമറി വാളിന്റെ ഉള്ളിലേക്ക് ഒരു സെക്കൻഡറി വാളും ഫോം ചെയ്തു എന്നാണ്. അപ്പൊ ഇറ്റ് ഹെൽപ്സ് ഇൻ ദ ഡിഫറൻസിയേഷൻ ഓഫ് ദി സെൽ. അതാണ് എന്ത് പ്ലാസ്മോഡെസ്മേറ്റ, മിഡിൽ ലാമെല്ല ആൻഡ് സെക്കൻഡറി വാൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ ദ ഫോളോയിങ് ആണ് ചോദിച്ചിരിക്കുന്നത്. എക്സാർച്ച് ആൻഡ് എൻഡാർച്ച് കണ്ടീഷൻ ഓഫ് പ്രോട്ടോസൈലം. എന്താണ് നമുക്കറിയാം, എക്സാർച്ച് ആൻഡ് എൻഡാർച്ച് എന്ന് പറഞ്ഞാല് പ്രോട്ടോസൈലവും മെറ്റാസൈലവും അതിന്റെ റിലേറ്റീവ് അറേഞ്ച്മെന്റ് അനുസരിച്ച് നമ്മൾ രണ്ടുപേരിൽ വിളിക്കുന്നതാണ്. ഒന്ന് പഠിച്ചു നോക്കുക. അതായത് ഫോർ എക്സാമ്പിൾ PCMP എന്ന് പറയുന്നത് എൻഡാർച്ച് ആണ്, ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. എൻഡാർച്ച് എന്ന് അറിഞ്ഞാൽ എന്ത് പറ്റും, നമുക്ക് മനസ്സിലാവും പ്രോട്ടോസൈലം സെന്ററിലും മെറ്റാസൈലം പെരിഫറിയിലും വന്നാൽ അത് എൻഡാർച്ച് ആണ്. ഇനി ഇതിന്റെ ഡയറക്റ്റ് ഓപ്പോസിറ്റ് ആണ് എക്സാർച്ച്. അപ്പൊ പ്രോട്ടോസൈലം സെന്ററിലും മെറ്റാസൈലം പെരിഫറിയിലും ആകുമ്പോൾ നമ്മൾ എന്ത് വിളിച്ചു, എൻഡാർച്ച് എന്ന് വിളിച്ചു. ഇനി ഇത് കാണുന്നത് എവിടെയാണ്, സ്റ്റെംസിലാണ്. അപ്പൊ PCMP ഈക്വൽസ് എൻഡാർച്ച് ഈക്വൽസ് സ്റ്റെം. അപ്പൊ ഇതിൽ എന്തൊക്കെ വന്നു, കംപ്ലീറ്റ് ഡീറ്റെയിൽസ് വന്നു. ഇതിന് ഡയറക്റ്റ് ഓപ്പോസിറ്റ് നമുക്ക് അപ്ലൈ ചെയ്ത് നമുക്ക് മറ്റേന്റെ എക്സാർച്ചിന്റെ ആൻസറും കണ്ടുപിടിക്കാം. അപ്പൊ എന്താ എക്സാർച്ച് എന്താ, എൻഡാർച്ച് എന്താന്ന് നമുക്ക് മനസ്സിലായി. ഇനി സ്റ്റീൽ ആൻഡ് വാസ്കുലർ ബണ്ടിൽ എന്താണ്, നമുക്കറിയാം നമ്മൾ ലെയർ വരക്കുമ്പോൾ എൻഡോഡെർമിസ് എന്ന് പറഞ്ഞൊരു ലെയർ നമ്മൾ കണ്ടിരുന്നു. ആൻഡ് ഈ അതായത് എൻഡോഡെർമിസിന്റെ ഉള്ളിലോട്ടുള്ള എല്ലാ ടിഷ്യൂസും ഇൻക്ലൂഡിങ് പെരിസൈക്കിൾ, വാസ്കുലർ ബണ്ടിൽസ് ആൻഡ് പിത്ത്, ഈ മൂന്നെണ്ണം ഇൻക്ലൂഡ് ചെയ്യുന്ന എൻഡോഡെർമിസിന് ഉള്ളോട്ടുള്ള എല്ലാ സ്ട്രക്ചേഴ്സിനെയും നമ്മൾ സ്റ്റീൽ എന്ന് പറഞ്ഞ് വിളിക്കാൻ പറ്റും. അതായത് ഇതിനെയൊക്കെ ഒരുമിച്ച് നമ്മൾ വിളിക്കുന്നതാണ് സ്റ്റീൽ. ഇനി വാസ്കുലർ സിസ്റ്റത്തിൽ നമുക്ക് എന്ത് പറയാം, കോംപ്ലെക്സ് ടിഷ്യൂസ് ലൈക്ക് ഫ്ലോയം ആൻഡ് സൈലം ഉണ്ട്. ഇനി ഈ സൈലം ആൻഡ് ഫ്ലോയം ഒരുമിച്ച് ഉണ്ടാക്കുന്നതാണ് എന്ത്, വാസ്കുലർ ബണ്ടിൽസ്. അപ്പോ സ്റ്റീലില് എന്തുണ്ട്, വാസ്കുലർ ബണ്ടിൽസ് അടങ്ങിയിട്ടുണ്ട്. ആൻഡ് ഈ വാസ്കുലർ ബണ്ടിൽസിൽ എന്താണ്, സൈലം ആൻഡ് ഫ്ലോയം ആണ് അടങ്ങിയിട്ടുള്ളത്. അപ്പൊ സൈലമും, അപ്പൊ ഇതിന്റെ രണ്ടിന്റെയും ഡിഫറൻസസ് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക, സ്റ്റീലിന്റെയും വാസ്കുലർ ബണ്ടിൽസിന്റെയും. ഇനി പ്രോട്ടോസൈലം ആൻഡ് മെറ്റാസൈലം, അത് ഈസിയാണ്. എന്താണ്, പ്രൈമറി സൈലം, അതായത് ഫസ്റ്റ് ഉണ്ടാവുന്ന സൈലത്തിനെ നമ്മൾ രണ്ട് ടൈപ്പ് ആക്കി. അതായത് ആദ്യം ഫോം ചെയ്ത പ്രൈമറി സൈലം ആൻഡ് ലേറ്റർ ഫോം ചെയ്ത പ്രൈമറി സൈലം. അപ്പൊ ആദ്യം ഫോം ചെയ്ത, അതായത് കുറച്ചും കൂടി ഓൾഡ് ആയിട്ടുള്ള പ്രൈമറി സൈലത്തിനെ പ്രോട്ടോസൈലം എന്ന് വിളിച്ചു. ആൻഡ് പിന്നെ വന്ന കുറച്ചും കൂടി നെക്സ്റ്റ് ജനറേഷൻ ആയിട്ട് വന്ന ഇതിനെ നമ്മൾ മെറ്റാസൈലം എന്ന് വിളിച്ചു. ഇനി ചോദിച്ചിരിക്കുന്നത് എന്താ, ഇന്റർഫാസിക്കുലർ ആൻഡ് ഇൻട്രാഫാസിക്കുലർ കേമ്പിയം. അപ്പൊ ഡൈക്കോട്ട് സ്റ്റെമ്മില് സെക്കൻഡറി ഗ്രോത്തിന്റെ സമയത്താണ് നമ്മൾ ഈ ഇന്ററും ഇൻട്രാഫാസിക്കുലർ കേമ്പിയം ഒക്കെ കാണാൻ പറ്റുന്നത്. ഇനി ഡൈക്കോട്ട് സ്റ്റെമ്മില് എന്ത്, ദ സെൽസ് ഓഫ് കേമ്പിയം പ്രസന്റ് ബിറ്റ്വീൻ പ്രൈമറി സൈലം ആൻഡ് പ്രൈമറി ഫ്ലോയം. അതായത് ഇങ്ങനെയുള്ള സ്ട്രക്ചറിന് സൈലം ഉണ്ട്, ഫ്ലോയം ഉണ്ട്. അതിന്റെ നടുക്ക് കാണുന്ന കേമ്പിയത്തിനെ നമ്മൾ ഇൻട്രാഫാസിക്കുലർ, അതായത് ഒരു വാസ്കുലർ ബണ്ടിലിന്റെ ഉള്ളില്, ഇൻട്രാ എന്നുള്ളൊരു അർത്ഥത്തില്. ഇനി ഈ രണ്ട് വാസ്കുലർ ബണ്ടിലിന്റെ നടുക്കുള്ള കേമ്പിയത്തിനെ നമ്മൾ, അതായത് അഡ്ജോയിനിങ് ആയിട്ടുള്ള കേമ്പിയത്തിനെ നമ്മൾ ഇന്റർഫാസിക്കുലർ കേമ്പിയം എന്ന് വിളിച്ചു. ഇന്റർ എന്ന് പറഞ്ഞാൽ ബിറ്റ്വീൻ എന്നുള്ള അർത്ഥത്തിൽ, അതായത് രണ്ട് വാസ്കുലർ ബണ്ടിലിന്റെ ബിറ്റ്വീൻ ഇന്റർഫാസിക്കുലർ കേമ്പിയം എന്ന് വിളിച്ചു. ഇനി ഓപ്പൺ ആൻഡ് ക്ലോസ്ഡ് വാസ്കുലർ ബണ്ടിൽസ് എങ്ങനെയാണ്, കേമ്പിയം ഇസ് പ്രസന്റ് ബിറ്റ്വീൻ ഫ്ലോയം ആൻഡ് സൈലം. അതായത് സൈലം ഉണ്ട്, ഫ്ലോയം ഉണ്ട്, അതിന്റെ നടുക്ക് നമ്മുടെ കേമ്പിയൻ ലെയർ ഉണ്ടെങ്കിൽ അതിന് നമ്മൾ ഓപ്പൺ എന്ന് വിളിച്ചു. അത് കേമ്പിയം പ്രസന്റ് ആണെങ്കിൽ ഓപ്പൺ എന്ന് വിളിച്ചു. ഇനി കേമ്പിയം ലെയർ ഇല്ല, സൈലമും ഫ്ലോയമും ഡയറക്ട്ലി കണ്ടിന്യൂസ് ആണെങ്കിൽ നമ്മൾ അതിനെ ക്ലോസ്ഡ് എന്ന് വിളിച്ചു. അപ്പൊ ഡൈക്കോട്ടിൽ നമുക്ക് എന്ത് കാണാൻ പറ്റും, ഓപ്പൺ. ഡൈക്കോട്ട് സ്റ്റെമ്മിൽ നമുക്ക് ഓപ്പൺ അറേഞ്ച്മെന്റ് ആണ്, കാരണം അവിടെ സെക്കൻഡറി ഗ്രോത്ത് നടക്കും. കേമ്പിയം ഇസ് പ്രസന്റ് ബിറ്റ്വീൻ ഫ്ലോയം ആൻഡ് സൈലം. ഇനി മോണോകോട്സിൽ എങ്ങനെയാണ്, വാസ്കുലർ ബണ്ടിൽസ് ഹാവ്
നോ കേമ്പിയം പ്രസന്റ് ഇൻ ദം. അപ്പോ അവർക്ക് എങ്ങനെയാണ് സെക്കൻഡറി ടിഷ്യൂസോ സെക്കൻഡറി ഗ്രോത്തോ ഉണ്ടാക്കാൻ പറ്റില്ല. ഇനി സ്റ്റെം, ഹെയർ ആൻഡ് റൂട്ട് തമ്മിലുള്ള ഡിഫറൻസസ് ആണ് ചോദിച്ചിരിക്കുന്നത്. ദ റൂട്ട് ഹെയർസ് എന്തായിരിക്കും? റൂട്ട് ഹെയർ എന്ന് പറഞ്ഞാല് അവിടുത്തെ എപ്പിഡെർമൽ സെൽസിൽ കാണുന്ന യൂണിസെല്ലുലാർ ഇലോങ്ങേഷൻസ് ആണ്. ആൻഡ് അവര് വാട്ടറും മിനറൽസും ഒക്കെ അബ്സോർപ്ഷന് വേണ്ടി ഹെൽപ്പ് ചെയ്യും. ഇനി ട്രൈക്കോംസ് അല്ലെങ്കിൽ സ്റ്റെം ഹെയർ എന്ന് പറഞ്ഞാൽ എന്താ? ഒന്നാമത്തെ കാര്യം ദേ ആർ യൂഷ്വലി മൾട്ടി സെല്ലുലാർ. റൂട്ട് ഹെയർ യൂഷ്വലി യൂണിസെല്ലുലാർ ആയിരിക്കും. ഇനി ഇവർക്ക് സ്പെഷ്യലൈസേഷൻ ഒക്കെ ഉണ്ടാക്കി ബ്രാഞ്ച്ഡ് ആവാം, അൺബ്രാഞ്ച്ഡ് ആവാം, സോഫ്റ്റ് ആവാം, സ്റ്റിഫ് ആവാം, അങ്ങനെ പല മോഡിഫിക്കേഷൻസും ഉണ്ടാവാം. ഇനി അവരുടെ ഫംഗ്ഷൻ എന്താണ്? ഹെൽപ്പിംഗ് ഇൻ പ്രിവെന്റിങ് വാട്ടർ ലോസ് ഡ്യൂ ടു ട്രാൻസ്പിരേഷൻ. വെള്ളം ഒന്നും വലിച്ചെടുക്കാന്നുള്ളതല്ല, വലിച്ചെടുത്ത വെള്ളം പുറത്തോട്ട് ട്രാൻസ്പയർ ചെയ്ത് പോവാണ്ട് പ്രിവെന്റ് ചെയ്യാന്നുള്ളതാണ് ആരുടെ ഫംഗ്ഷൻ? ട്രൈകോംസിന്റെ ഫംഗ്ഷൻ. അപ്പൊ ഇത്രയും കഴിയുമ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ ആൻസർ സെഷൻ കഴിഞ്ഞു. ഇനി എനിക്ക് ജസ്റ്റ് മോണോകോട്ട്, ഡൈക്കോട്ട്, റൂട്ടിന്റെ ഡിഫറൻസസ് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. എങ്ങനെ ഡെഫിനിഷൻ എന്താന്ന്, ഡയഗ്രാം മോണോകോട്ട് ഡൈക്കോട്ട് റൂട്ട്സിനെ ഞാൻ ഇന്നലെ കുറച്ച് എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു, അതിന്റെ കണ്ടീഷൻസും ഓരോ ലേയേഴ്സും. അപ്പോ അതിന്റെ ഡെഫിനിഷൻ എന്താണ്? ഇനി റൂട്ട് സിസ്റ്റം ഡൈക്കോട്ടിലും മോണോകോട്ടിലും എങ്ങനെയാണ് കാണുക, ആൻഡ് അതിന്റെ പ്രൈമറി റൂട്ട് എങ്ങനെയായിരിക്കും, എപ്പിഡെർമൽ കവറിങ്ങിന്റെ ഡിഫറൻസ് അറിഞ്ഞിരിക്കുക, കോർട്ടെക്സ് ഏതിലാണ് വൈഡ് ഏതിലാണ് നാരോ എന്ന് അറിഞ്ഞിരിക്കുക, കോർട്ടെക്സ് കമ്പോസ്ഡ് ഓഫ് ഏത് ടൈപ്പ് ഓഫ് സെൽ, പാരൻകൈമാറ്റസ് ആൻഡ് സ്ക്ലീറൻകൈമാറ്റസ് ഏതിൽ കാണാൻ പറ്റും? നമ്മുടെ ഡൈക്കോട്ട് റൂട്ടിൽ കാണാൻ പറ്റും. പക്ഷെ മറ്റേടത്ത് എങ്ങനെയാണ്? മോണോകോട്ട് റൂട്ടിൽ ജസ്റ്റ് പാരൻകൈമാറ്റസ് മാത്രമായിരിക്കും. ഇനി ഏതിലാണ് എൻഡോഡെർമിസ് തിക്കർ? മോണോകോട്ട് റൂട്ടിൽ എൻഡോഡെർമിസ് തിക്കർ ആയിരിക്കും. ഇനി പാസേജ് സെൽസ് ഏതിൽ കാണാൻ പറ്റും? മോണോകോട്ട് റൂട്ട്സിൽ നമുക്ക് കാണാൻ പറ്റും, മറ്റേടത്ത് ആബ്സെന്റ് ആയിരിക്കും. ഇനി പെരിസൈക്കിൾ മോണോകോട്ട് റൂട്ടിൽ ലേറ്ററൽ റൂട്ട്സ് മാത്രമേ ഉണ്ടാക്കുള്ളൂ. പക്ഷെ പെരിസൈക്കിളിൻ ഡൈക്കോട്ട് റൂട്ട് കോർക്ക് കേമ്പിയമും ഉണ്ടാക്കും, ലേറ്ററൽ റൂട്ടും ഉണ്ടാക്കും. ഇനി മോണോകോട്ടിൽ പെരിസൈക്കിള് സിംഗിൾ ലേഡോ ഡബിൾ ലേഡോ ആയിട്ട് കാണാം. പക്ഷെ ഡൈക്കോട്ടിൽ എങ്ങനെയുള്ളൂ? അവർ സിംഗിൾ ലേഡ് ആയിട്ട് മാത്രമേ കാണുള്ളൂ. ഇനി കേമ്പിയത്തിന്റെ ഡിഫറൻസസ്, രണ്ട് കേമ്പിയം, കോർ കേമ്പിയം ആൻഡ് വാസ്കുലർ കേമ്പിയം മോണോകോട്ടിൽ ആബ്സെന്റ് ആയിരിക്കും. കാരണം എന്താ? സെക്കൻഡറി ഗ്രോത്ത് ഒന്നും ഇല്ലാത്തതുകൊണ്ട്. പക്ഷെ ഡൈക്കോട്ട് റൂട്ടിൽ രണ്ടും പ്രസന്റ് ആയിരിക്കും. ഇനി ഏറ്റവും ഇമ്പോർട്ടന്റ് വാസ്കുലർ ബണ്ടിൽസ് പോളി ആർച്ചിൻ മോണോകോട്ട് റൂട്ട്, അതായത് ഗ്രേറ്റർ ദാൻ 6. പക്ഷെ ഡൈക്കോട്ട് റൂട്ടിൽ എണ്ണം കുറവായിരിക്കും. അതിനനുസരിച്ച് തന്നെ കൺജങ്ക്റ്റീവ് ടിഷ്യൂസും എങ്ങനെയായിരിക്കും? മോണോകോട്ട് റൂട്ടിൽ കൂടുതലായിരിക്കും. കാരണം കൂടുതൽ വാസ്കുലർ ബണ്ടിൽസ് ആണ്, കൂടുതൽ കൺജങ്ക്റ്റീവ് ടിഷ്യൂ. ഇനി കൺജങ്ക്റ്റീവ് ടിഷ്യൂ ഡൈക്കോട്ട് റൂട്ടിൽ എങ്ങനെയാ കോമ്പോസിഷൻ പഠിച്ചിരിക്കുക. ഇനി പിത്തിൽ എങ്ങനെയാണ്? വെൽ ഡെവലപ്ഡ് ആൻഡ് പ്രോമിനന്റ്. ഇത് മറ്റൊരു ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. പ്രോമിനന്റ് പിത്ത് കാണുന്നത് എങ്ങനെയാ? മോണോകോട്ട് റൂട്ടിലും. ഡൈക്കോട്ട് റൂട്ടിൽ കാണില്ല പിത്ത് പ്രോമിനന്റ്, പക്ഷെ ഡൈക്കോട്ട് സ്റ്റെമ്മിൽ എങ്ങനെയാണ്? പിത്ത് പ്രോമിനന്റ് ആണ്. ഇനി മോണോകോട്ട് സ്റ്റെമ്മില് പ്രോമിനന്റ് അല്ല. അപ്പൊ മോണോകോട്ട് റൂട്ടിലും ഡൈക്കോട്ട് സ്റ്റെമ്മിലും നമ്മുടെ പിത്ത് പ്രോമിനന്റ് ആയിട്ട് കാണാൻ പറ്റും. ഇനി സെക്കൻഡറി ഗ്രോത്ത് കാണാൻ പറ്റുന്നത് ഡൈക്കോട്ടിൽ മാത്രമാണ്. ഇതേപോലെ മോണോകോട്ട് ഡൈക്കോട്ട് സ്റ്റെമ്മിന്റെ ഡയഗ്രാം വരക്കാൻ അറിഞ്ഞിരിക്കുക, അതിന്റെ ലേയേഴ്സ് അറിഞ്ഞിരിക്കുക. ഇനി പിത്ത് ഏതിലാണ്? പിത്ത് നമ്മുടെ ഡൈക്കോട്ട് സ്റ്റെമ്മിലാണ് മോർ ഡെവലപ്ഡ്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്താണ്, ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്തോളാം. എൻഡോഡെർമിസ് ഇസ് ആബ്സെന്റ് ഇൻ മോണോകോട്ട് സ്റ്റെം. പെരിസൈക്കിൾ എങ്ങനെയാ? റെഡ്യൂസ്ഡ് അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി ആബ്സെന്റ്. സെക്കൻഡറി ഗ്രോത്ത് പിന്നെയും ഉണ്ടാവാറില്ല. പക്ഷെ ഡൈക്കോട്ട് സ്റ്റെമ്മിന് സെക്കൻഡറി ഗ്രോത്ത് കാണാൻ പറ്റും. ഇനി മെഡില്ല ആൻഡ് മെഡിലറി റേസും ഒരു ഇമ്പോർട്ടന്റ് ഡിഫറൻസ് ആണ്. അത് മോണോകോട്ട് സ്റ്റെമ്മിൽ ആബ്സെന്റ് ആണ്, പക്ഷെ ഡൈക്കോട്ടിൽ സ്റ്റെമ്മിന് പ്രസന്റ് ആണ്. ഇത്രയും കാര്യങ്ങളാണ് എന്ത് നമ്മുടെ അനാറ്റമി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സിന് മെയിൻ ആയിട്ട് പറയുന്നത്. NCERT എക്സാംപ്ലറും നമ്മൾ ഓൾമോസ്റ്റ് എല്ലാം സോൾവ് ചെയ്ത് കഴിഞ്ഞു. നമ്മൾ ഇവിടം വരെ ഒക്കെ കംപ്ലീറ്റ് ചെയ്താണ്. അപ്പൊ ഈ ചാപ്റ്റർ നന്നായിട്ട് പഠിക്കുക. ഇത്രയും കാര്യങ്ങൾ ഈ ചാപ്റ്ററിൽ പറയാനുള്ളൂ. താങ്ക് യു.